ഹേ ഗഡീസ്, ലോകമെമ്പാടുമുള്ള എല്ലാ ഗഡികൾക്കും ഗഡീസ് പോഡ്കാസ്റ്റിന്റെ എപ്പിസോഡ് നമ്പർ 37 ഹാർദവമായ സ്വാഗതം. 37 സ്വാഗതം അല്ലേ. 37 സ്വാഗതം. ഇന്ന് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് എത്തിയിട്ടില്ലേ വീണ്ടും. കുറെ നാൾക്ക് ശേഷം വേറൊരു സുഹൃത്ത് എത്തി. അതെ, വെൽക്കം. 6 മാസത്തെ ഇടവുകൾ ജയേട്ടൻ എത്തിയിരിക്കുന്നു പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ചു തരാൻ. പഠിപ്പിക്കാനും. അപ്പോ അതേപോലെ ഇവൻ എത്തിയപ്പോ നമ്മുടെ റിച്ചാർഡേട്ടൻ പോയി. റിച്ചാർഡേട്ടൻ പനിയായിട്ട് കിടപ്പിലാണ്. അടുത്ത ദിവസങ്ങളിൽ അടുത്ത എപ്പിസോഡുകളിൽ എത്തുന്നതായിരിക്കും. നമ്മൾ 37ാമത്തെ എപ്പിസോഡ് ക്രിസ്മസ് ദിനത്തിലാണ് നമ്മൾ ഇറക്കുന്നത്. ഇന്ന് ഡിസംബർ 25 ആണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അതിനോടൊപ്പം തന്നെ അതിന് മുമ്പ് തന്നെ വേറൊരു സാധനം നിങ്ങൾ വിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ഒരു കസേര ഒഴിഞ്ഞു കിടക്കുന്നു. ആർക്കു വേണ്ടി? ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ജി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഏത് ജി? മോദിജിയാണോ? അല്ല, മോദിജി അല്ല, ഇത് നമ്മുടെ സ്വന്തം നിവിൻ ജി. ലെറ്റ്സ് വെൽക്കം നിവിൻ ജി ടു ദ ഫ്ലോർ. നിവിൻ, എന്താണ് വിശേഷം? മൈക്ക് കൊടുക്കണ. സോറി ഗയ്സ്, വി ആർ ഷോർട്ടേജ്. അല്ല, വിശേഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിപ്പോ ക്രിസ്മസിന്റെ സീസണായി. അപ്പോ ഇങ്ങനെ ഡെക്കറേഷൻ റോഡിലേക്ക് ഇറങ്ങുമ്പോ നമ്മള് കാണാണല്ലോ ഡെക്കറേഷൻസ്, പിന്നെ ലൈറ്റിംഗ്. വെരി ഗുഡ്. തൃശ്ശൂരൊക്കെ മുഴുവൻ ഫുൾ ലൈറ്റ് റോഡും, എസ്പെഷ്യലി മറ്റേ ബൾബൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബ്ലിങ് 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 ബ്ലിങ്. പിന്നെ ബൾബ് വെച്ചിട്ടുള്ള ലൈറ്റിംഗ് എന്ത് ചെയ്യും മിസ്റ്റർ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങറിയോ വേറെ എന്തെങ്കിലും ലൈറ്റിംഗ് ചെയ്യാൻ പറ്റും? സോറി, 1 മിനിറ്റ് ഞാൻ പറയാം. LED സ്ട്രിപ്സും അതൊക്കെ വെച്ചിട്ട് പറ്റില്ലേ? പറ്റും. പിന്നെ മിന്നാമിനിങ്ങനെ ലൈറ്റ് വെച്ചിട്ട് പറ്റും. മറ്റേ ലൈക്ക് ഇങ്ങനത്തെ കളർ പോലെ അടിച്ചിട്ട് രാത്രി മാത്രം കാണുന്ന സംഭവമല്ലേ ഇനി? പിന്നെ രാത്രി മാത്രമൊന്നുമല്ല, എപ്പോഴാന്ന് വെച്ചാൽ ഉണക്കി കഴിഞ്ഞാല് കാണും. അതല്ല, പിന്നെ ഇതിപ്പോ ആലോചിച്ചപ്പോഴാ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഒരു കാരോൾ സോങ് ഒക്കെ ഇട്ടേ. അത് കഴിഞ്ഞ കൊല്ലല്ല, അതിന് മുമ്പത്തെ കൊല്ലം. സോറി, കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം. 2000 കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022-23 ക്രിസ്മസ്. ഇത് 2021 ക്രിസ്മസ് ആണല്ലേ? എന്നാലും പാടിനോ? അപ്പൊ നമുക്ക് പാടാം. ഞാൻ സോങ്ങിൽ ഉണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ പാടുന്നതായിരിക്കും. നമ്മൾ പ്രോ സിംഗേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയുന്ന സ്ഥിതിക്ക് അത്ര സെന്റ് തോമസിലെ പാട്ടുകാരൻ കിങ് ആണ്. അതെ, ഞാൻ പാട്ടുകാരനായ സ്ഥിതിക്ക് കാട്ടുകാരനാണ് അത്തനാസ് പാട്ടുകാരൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓഡിയൻസിന് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. കുറെ കാലമായി നിങ്ങൾ നിങ്ങൾ കണ്ടിട്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല. അതിനെ കുറിച്ച് നമുക്ക് ഇത് കണ്ടു പറയാം. പാട്ടാണ് ഇപ്പൊ മുഖ്യം. 3, 2, 1 go. When I'm feeling blue, and when I'm feeling low, then I start to think about the happiest man I know. He doesn't mind the snow, he doesn't mind the rain, but always by you will hear me much of in your pain. Thinking again and again and again and again and again and again. Christmas is a-coming and the bells began to ring. The hole is in the window and the birds began to sing. Now I don't take time to worry and don't take time to fret. The more you give at Christmas time, the more you get. God bless you, gentlemen, God bless you. The more you give at Christmas time, the more you get. ഈ പാട്ട് എന്ന് പറയുന്നത് ഞങ്ങള് കഴിഞ്ഞ കൊല്ലം പാടി ഒരു പ്രൈസും കിട്ടാണ്ട് ഇറങ്ങി പോന്ന പാട്ടാണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഫസ്റ്റ് അടിച്ചില്ല. കഴിഞ്ഞ കൊല്ല അല്ല, സോറി, കഴിഞ്ഞ മുന്നത്തെല്ലാം പാടിയ പാട്ടായിരുന്നു. കഴിഞ്ഞ മുന്നത്തല്ല, 10 പഠിക്കുമ്പോഴല്ല, 10 പഠിക്കുമ്പോഴല്ല, +1. അതാണ് അവൻ പറഞ്ഞു വന്നത്. മൃത്യുഞ്ജയ് ക്യാപ്പ് വെച്ചു. അല്ല, ക്രിസ്മസ് സ്റ്റാറിന്റെ ഷേപ്പിന് എന്താ പറയാ? സ്റ്റാർ അല്ല, സ്റ്റാറിന്റെ ഷേപ്പ് 5 കോൺ സ്റ്റാർ. അതിന് ശരിക്കും പെന്റഗ്രാം എന്നാണ് പറയാ. പെന്റഗ്രാം. 5. ഓക്കെ, നമുക്ക് ഇൻസ്റ്റഗ്രാം മാത്രമേ അറിയുള്ളൂ കേട്ടോ. അല്ല, പക്ഷെ പണ്ട് കാലത്തൊക്കെ നമ്മളിപ്പോ ക്രിസ്മസ് ട്രീയുടെ മുകളിലൊക്കെ ഉള്ള സ്റ്റാർ ഒരു പോയിന്റ് മുകളിലേക്കായിരിക്കും. ഒരു പോയിന്റ് മുകളിക്കാൻ, അതായത് 5 പോയിന്റ് ഉണ്ട്. താഴത്തേക്കല്ലേ ട്രീന്റെ മുകളിൽ ഉള്ളത്? മനസ്സിലായില്ലെങ്കിൽ അതായത് 2 പോയിന്റ് അടിയിലേക്കും 1 പോയിന്റ് മുകളിലേക്കാണ്. പക്ഷെ നമ്മള് ഇത് തൂക്കിയിടുമ്പോ
അതൊരു ഇൻവേർട്ടഡ് പെന്റഗ്രാം ആയി. ഉം. അപ്പോ അതെ. അല്ല, ചോദിക്കാൻ വന്നത് സ്റ്റാറിന് അങ്ങനെ ഡെഫിനറ്റ് ആയിട്ടൊരു സ്ട്രക്ചർ ഉണ്ടോ? ഇല്ല 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 എനിക്കറിയില്ല. കാരണം അത് സ്റ്റാർസിന് അങ്ങനെ ഷേപ്പ് ഇല്ല. ബിക്കോസ് ഇതൊക്കെ നമ്മളുടെ ഒരു ഭാവനയാണ്. നമ്മൾക്ക് കാണാൻ ഭംഗി ഉണ്ടാക്കിയതാണ് എൻ്റെ ഒരു ഇത്. ബിക്കോസ് നമ്മുടെ സണ്ണൊരു സ്റ്റാർ ആണ്. നമ്മള് സണ്ണിനെ ടെലസ്കോപ്പിൽ കണ്ടാണ്. അതിന് ഇങ്ങനത്തെ ഷേപ്പ് ഒന്നും ഇല്ല. പിന്നെ അതിന്റെ ഒരു ടിങ്കിൾനെസ് കിട്ടാൻ വേണ്ടിട്ട് നമ്മള് ചിലപ്പോ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹവയോണ്ട് റെഡി വരും. കഴിഞ്ഞ നിവിന് പറയ്. കണ്ടിന്യൂ. നിവിൻ അല്ല, നീയാണ് ഇതിപ്പോ താരം. എന്താണ് വന്നതെന്ന് ചോദിക്കുക, ക്രിസ്മസ് ആയിട്ട് കോളേജിൽ എന്തൊക്കെയാണ് പരിപാടി? കോളേജിൽ വളരെ നല്ല പരിപാടികളാണ് നടന്നത്. സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് നിവിന്റെ തന്നെ തുടങ്ങാം. നിവനാണ് നമ്മുടെ ഈ ഇന്നത്തെ താരം. അപ്പൊ എന്റെ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്, വിദ്യയിലാണ്. അത് കുറച്ചു പേർക്ക് അറിയായിരിക്കും. അറിയാം. അപ്പോ അവിടെ എന്ന് പറയുമ്പോ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഉം. എന്നാലും നമ്മുടെ സ്കൂളിലൊന്നും ഉള്ള പോലെ അല്ല. നമ്മുടെ അല്ല. സ്കൂളിൽ എന്നൊക്കെ പറയുമ്പോ കുറെ കരോൾ സോങ്, പിന്നെ അങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ ആയിരുന്നു, കോമ്പറ്റീഷൻസ് ഒക്കെ ആയിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോ മൊത്തം ആ ഒരു ഇതങ്ങോട്ട് ഫോർമാറ്റ് മാറി എന്ന് പറയും. ഇപ്പോ നമ്മള് ക്യാഷ് ഇട്ട് പിരിവെടുക്കുക, ഫുഡ് അടിക്കുക, അങ്ങനത്തെ ഒരു അല്ല, സംഭവങ്ങളിലേക്ക്. ഇപ്പൊ നമുക്ക് ഈ കോളേജിൽ എത്താത്ത പിള്ളേരുണ്ടാവുമല്ലോ, അല്ല, അവർക്കൊരു കോണ്ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് അതൊന്നുകൂടി ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യൂ. സ്കൂളിലത്തെ സെലിബ്രേഷൻ എങ്ങനെ പോയാലും ഒരു ജോയ് സെലിബ്രേഷൻ ആണ്. അത് പിന്നെ തിരിച്ചു കിട്ടില്ല. അത് ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പൊ ഇപ്പോ സെലിബ്രേഷൻസ് ഒക്കെ നടക്കണത് ആ സെലിബ്രേഷൻ മൂഡ്, ആ ഒരു മൂഡില്ല ഇപ്പൊ. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ സ്കൂളിലൊക്കെ അവരാണ് ഫണ്ട് ഇറക്കിയിട്ട് സംഭവങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യണത്. ഇതാകുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ്. അപ്പൊ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു വേദന ഉണ്ടാവും. അത് പക്ഷെ നല്ലതിനാണ്. കാരണം നമുക്കൊരു ഫ്രീഡം ഉണ്ട് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു ഫ്രീഡത്തിൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോ അത് എന്തായാലും ചിലവർക്ക് അത് ഇഷ്ടമില്ല, ചിലവർക്കത് മിക്സ്ഡ് ഫീലിങ്സ് മിക്സ്ഡ് ഫീലിങ്സ് ഉണ്ടാവും. അവിടെ ചളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അതാണ് കോളേജ്. അല്ല, 2-3 കുറെ മാസങ്ങളായി എന്റെ ചെളികൾ നിങ്ങൾ കേട്ടിട്ട് ഇന്ന് പലരും എന്നോട് പറയുന്നുണ്ട്. ആരും പറഞ്ഞിട്ടില്ല. അല്ല, എനിക്ക് നമ്മളെ ഇൻസ്റ്റാ അക്കൗണ്ട്സ് ഒക്കെ അടിയിൽ ഇതുണ്ട്. അപ്പൊ ഇൻസ്റ്റയിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജസ് പലരായിട്ട് അയച്ചു തരും. ഇങ്ങനത്തെ മെസ്സേജ് അയക്കാൻ ആഗ്രഹമുള്ളവര് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ട്സ് എല്ലാ ദിവസവും വെക്കാറുണ്ട് വെബ് ഡെവലപ്പർ എന്നുള്ളതിൽ. നമ്മുടെ ഒരു എല്ലാ ദിവസത്തെ എപ്പിസോഡിൽ നമുക്ക് വേണ്ടി എല്ലാ ഗ്രൗണ്ട് സപ്പോർട്ടും തരുന്ന നമ്മുടെ നിവിനാണ്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു വന്നത് സെലിബ്രേഷന്റെ കാര്യമായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തു. അതായത് നമ്മളവിടെ കുറച്ച് കംപ്ലീറ്റ് ആയി അടുത്ത് പറയാൻ വരാനായിരുന്നു. അങ്ങനെ ക്യൂവിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ പറഞ്ഞോളാം. എനിക്ക് ആരും സഹായം വേണ്ട. ഓക്കെ, സസ്റ്റൈനബിലിറ്റി അനോണിമസ് ആയിട്ടുള്ള ചില വാക്കുകളാണ്. ഓക്കെ, അപ്പോ ഓക്കെ കിടന്നോട്ട്. എന്തെങ്കിലും എന്താണെന്നൊന്നും പറയില്ല. പറയാം. ഇനി നമ്മളുടെ കോളേജിന്റെ സെലിബ്രേഷൻ എല്ലാവർക്കും അറിയുന്ന പോലെ ഞാനും അത്തനാസൊക്കെ സെയിം കോളേജിലാണ് പഠിക്കുന്നത്. തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് തോമസ് കോളേജ്. ഓക്കെ, അപ്പോ നമ്മുടെ സെലിബ്രേഷൻ എന്ന് വെച്ചാൽ രാവിലെ കോളേജിൽ പോയാൽ അവിടെ ഒരു ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടാവും. ഡാൻസ് പരിപാടികൾ, അതായത് ഡിപ്പാർട്ട്മെന്റ് വൈസ് സെലിബ്രേഷൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിലുണ്ട്. ഡാൻസ് പരിപാടി കഴിഞ്ഞിട്ട് ഒരു പാട്ട് പരിപാടി ഉണ്ട്. ഡാൻസ് പരിപാടി എന്ന് പറയുന്നത് എങ്ങനെയാ കോർഡിനേറ്റ് ചെയ്യണ്ടേ? അതൊരു ഡാൻസ് ക്ലബ് ഉണ്ട്. അപ്പോൾ ഡാൻസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്ത മെമ്പേഴ്സ് ഉണ്ടാവും. അവർ തന്നെ ഓർഗനൈസ് ചെയ്തിട്ട് പല ഡാൻസ് ഗ്രൂപ്പ്സ് അവർ തന്നെ ഫോം ചെയ്തിട്ട് അവർ കളിക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് പിള്ളേർ കളിക്കണമെന്ന് വെച്ചാൽ കോർഡിനേറ്റേഴ്സിനോട് പോയി പറയാൻ നിങ്ങൾക്ക് ഡാൻസ് കളിക്കണമെന്ന്. അപ്പോൾ ഒരു കളിക്കാനും. അല്ല, വേറെ കേസ് ഉണ്ട്. ഞാൻ എന്താ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വൈസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബ്ലോക്കും അത്തനാസിന്റെ ബ്ലോക്കും വ്യത്യാസമുണ്ട്. അത്തനാസിന്റെ മെയിൻ ബ്ലോക്കാണ്. അവിടെ എല്ലാ പരിപാടികളും വേറൊരു റേഞ്ചിലാണ്. ഞങ്ങളുടെ ബ്ലോക്കിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റ് വൈസ് സെലിബ്രേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസ് സെലിബ്രേഷൻ. അതായത് നമ്മുടെ തേർഡ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സ് നമ്മളുടെ ക്ലാസ് എല്ലാം എന്താണോ കേക്ക് ഒക്കെ അവർ വാങ്ങിച്ചെന്ന് നമ്മൾ പൈസ ഒന്നും വാങ്ങിച്ചില്ലേ? അല്ല, ചെറുതായിട്ട്. പക്ഷെ പക്ഷെ വേറെ കേസ് അതിന്റെ 2 ആഴ്ചകളിലായിട്ട് നല്ലോണം കാശ് നമ്മുടെ പേഴ്സിന്ന് കുറെ പോയിട്ടുണ്ട്. കാരണം ആയിരുന്നു. പിന്നെ ഇതിന്റെ കുറെ ക്യാഷുകളൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ സെലിബ്രേഷൻ കഴിഞ്ഞു.
ഐ മീൻ ഡിപ്പാർട്ട്മെന്റ് സെലിബ്രേഷൻ കഴിഞ്ഞാൽ ലഞ്ച് ഇപ്രാവശ്യം പ്രൊവൈഡ് ചെയ്യില്ല നമ്മള് കഴിക്കാൻ. ഓണത്തിന് നമുക്ക് സദ്യ ഉണ്ടായിരുന്നു. ലഞ്ച് ഇപ്രാവശ്യം നമുക്കില്ല. ഞാൻ ക്യാൻറ്റീൻ കഴിച്ച അത് എവിടെന്നെങ്കിലും കഴിക്കാം. അത് കഴിഞ്ഞിട്ട് കോമൺ ഫുഡിന് സെലിബ്രേഷൻ പഞ്ഞല്ലേ അവിടെ. അത് കഴിഞ്ഞിട്ട് കോമൺ സെലിബ്രേഷൻ ആണ്. കോമൺ സെലിബ്രേഷനിൽ ലൈക്ക് കോളേജ് ബാൻഡ് ഉണ്ടാവും. അവർക്ക് പെർഫോം ചെയ്യാം. പിന്നെ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മളും പോയിട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് നമ്മുടെ സ്കൂളിൽ വെച്ച് ഡാൻസ് കളിച്ച് തുള്ളണ പോലെ തുള്ള. ഇവന്റെ കോളേജിൽ ഇവൻ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്റെ സ്കൂൾ കോളേജിൽ ഒരു ബിഗ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു എല്ലാവരും. ഞങ്ങളുടെ അവിടെ ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ഇറങ്ങിയിട്ട് അത് വിട്ടുപോയ കാര്യമാണ്. അത് ഈ വിദ്യയിലുള്ള പിള്ളേരൊക്കെ കഴിക്കുമ്പോൾ നീ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് ശരിയാണ്. അതൊരു നല്ലൊരു സെലിബ്രേഷൻ തന്നെയാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സെലിബ്രേഷൻ ആണ് പക്ഷെ ഞങ്ങളൊരു സിംഗിൾ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഞങ്ങളും എസ്റ്റിയും കൊളാബറേറ്റ് ചെയ്തിട്ട് അവരും അങ്ങനെ കൊളാബ് ചെയ്തിട്ട് നടത്തും. ഞങ്ങളൊരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ആയ കാരണം നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടിയെന്ന്. അങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്ക് അതിന് ഫുൾ എന്താ പറയാ ലിബർട്ടി കോളേജ് റൂൾസ് അതിന്റെ ഉള്ളില് ഫണ്ടൊക്കെ ആ ലിമിറ്റേഷന്റെ ഉള്ളിൽ നിൽക്കണം അവര് ഓൾറെഡി പറയൂ ഇത്ര ഫണ്ടിന്റെ ഉള്ളിൽ. ഓൾറെഡി പറയണ്ടാവും നമ്മുടെ ഫണ്ട് എടുത്തതില് ഇൻക്ലൂഡ് ചെയ്ത്. നിങ്ങളാണോ അതോ അത് കോളേജ് വരുമോ ഈ കോമൺ സെലിബ്രേഷന്റെ ഇവരെന്നെ നിങ്ങളുടെ തന്നെ? അറിയില്ല, റെസ്ട്രിക്ഷൻ ഉണ്ടോന്ന് അറിയില്ല. പ്രാവശ്യം എന്തായിരുന്നു? പ്രാവശ്യം തന്നെ എന്റെ അഭിപ്രായത്തിൽ പറയാ ഇവന്റെ കോളേജ് വെച്ച് നമ്മുടെ കോളേജ് കുറവായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലല്ല, അവന്റെ കോളേജില് സ്പേസ് ഉണ്ട്. അതിപ്പോ മറ്റേ റൂളൊക്കെ വന്നിട്ടുണ്ട്, റെസ്ട്രിക്ഷൻസ് ഒക്കെ കോളേജ് സെലിബ്രേഷൻസില്. അപ്പൊ ഞങ്ങളുടെ കോളേജിൽ അത്ര സ്പേഷ്യസ് അല്ലാത്ത. പക്ഷെ എന്ത് സെലിബ്രേഷൻ ചെയ്യണമെങ്കിലും സേഫ്റ്റി തന്നെയാണ് മെയിൻ. സേഫ്റ്റി നോക്കുക. ഞങ്ങളുടെ അവിടെ സേഫ് ആയിട്ട് തന്നെ നടത്തിയത്. ഞങ്ങളുടെ സേഫായി നടത്താനുള്ള സ്പേസ് ഇല്ല. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സിറ്റുവേഷൻ. നമ്മൾ ഈ ബ്രേക്ക് എടുത്ത സമയത്ത് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ വിട്ടുപോയ കാര്യങ്ങളുണ്ട്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഉണ്ടായത്. ഓഡിയൻസിന് മനസ്സിലായോ അങ്ങനെ പറഞ്ഞപ്പോ? പറഞ്ഞ കോണ്ടെക്സ്റ്റില്, അതായത് അല്ല, ശരിക്കും ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് സ്റ്റുഡൻസ് ഇതിനു വേണ്ടി പോവാൻ നിൽക്കായിരുന്നു. അല്ല, നമുക്ക് ആ ഇൻസിഡന്റ് പറഞ്ഞിട്ട് തുടങ്ങാം. എന്താന്ന് ഈ കോണ്ടാക്ട് ഇട്ട് എല്ലാവർക്കും മനസ്സിലായി. ശരി, ഇതിലുണ്ടായ എന്താ പറയാ ആക്സിഡന്റ് കളമശ്ശേരിയിലാണ്. അല്ലല്ല, രണ്ടെണ്ണുണ്ട്. സോറി, കളമശ്ശേരി കോളേജിൽ ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ വെച്ചുണ്ടായ പ്രശ്നം. ഇപ്പൊ ക്ലിയർ അല്ലേ? ആണോ? അതിപ്പോ കേട്ടില്ല. ഓക്കെ, അപ്പോ അതിന്റെ കോണ്ടെക്സ്റ്റിലാണ്. നമ്മുടെ കോളേജിൽ അത്ര സ്പേഷ്യസ് അല്ല. അപ്പൊ നമുക്ക് അത്ര ബിഗ് സെലിബ്രേഷൻസിന് ചാൻസ് ഇല്ല. കോണ്ടെക്സ്റ്റിൽ എന്താ സംഭവം ഉണ്ടായി? അവിടെ എന്തായി? അതാണ് ഞങ്ങൾ കോളേജ് ബാൻഡ് പെർഫോം ചെയ്തു. അല്ല, അവിടെ ഈ സ്പേസ് ഇല്ലാത്ത സ്പേസ് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ക്രൗഡ് റഷ് ചെയ്തിട്ട് സ്റ്റുഡൻസ് മരണപ്പെട്ടു. 4 സ്റ്റുഡൻസ്. ശരിക്കും ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല, ഇവന്റുകാരുടെ ഇവന്റുകാരുടെ പ്രശ്നം തന്നെയാ. കാരണം അതിലും എത്രയോ തിരക്കുള്ള തൃശ്ശൂർ പൂരം നമ്മുടെ അവിടെ എത്ര സേഫ് നടക്കണു. അങ്ങനെ വെച്ച് നോക്കുമ്പോ അല്ല, നമ്മൾ അതിലും അതായത് രണ്ട് കാര്യങ്ങൾ പറയാം. ഇത് ഓർഗനൈസേഴ്സ് ഇത്തിരി കൂടി വെന്യൂ, അങ്ങനത്തെ വെന്യൂ ആയിരുന്നു, സ്റ്റെപ്ഡ് വെന്യൂ ആയിരുന്നു. അവിടെ ഒന്നും പ്രശ്നം ഉണ്ടായത്. അത് നടുക്കിലൊരു ഏരിയ, മറ്റേ ഇങ്ങനെ ഗാലറി പോലെ സ്റ്റെപ്പുകൾ, എൻട്രിയില് സ്റ്റെപ്പുകളാ. പെട്ടെന്ന് ആൾക്കാർ കയറിയിട്ട് ഒരാൾ വീണ് വീണ് കഴിഞ്ഞാൽ പിന്നെ എനിക്കില്ല. ഇത് വീണ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്രൗഡ് ഗാദറിംഗിൽ വീണ് കഴിഞ്ഞാൽ എങ്ങനെ കിടക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയുമോ? ചത്തപോലെ കമന്റ് ചെയ്യുക. കാരണം നിങ്ങളൊരു ജീവനാണ് രക്ഷിക്കാൻ പോകുന്നത്. അറിയൂ. നീ എന്താ കിടക്കാൻ പോവാ? നമ്മള് സൈഡിക്ക് ഇങ്ങനെ കിടക്കണ ബെറ്റർ എന്ന് പറയും. ഷോൾഡറുമ്പോ ചവിട്ടുള്ളൂ. അങ്ങനെയാണ് മറ്റേ ലൈറ്റ്നിങ് ഒക്കെ വരുമ്പോ കിടക്കാൻ അഡ്വൈസ് ചെയ്യണത്. അത് റിലേറ്റഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ നമ്മുടെ ലങ്സ് മിക്ക ലോഡ് വരും, പിന്നെ ബ്രീത്ത് എടുക്കാൻ പറ്റും. ഇതിലേക്ക് ആയി കഴിഞ്ഞാൽ ആ കംപ്രഷൻ ഒന്ന് കുറഞ്ഞു കിട്ടും. കൂടി നേരം ബ്രീത്ത്. ക്രിസ്മസ് ആയിരുന്നു നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ഇപ്പൊ കളമശ്ശേരി കോണ്ടെക്സ്റ്റ് ഇപ്പൊ അങ്ങനെ കിടക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോഴാണ് ഈ റൂൾസ് ഒന്ന് ശക്തിപ്പെടുത്തിയത്. ഈ കോളേജുകളത്തെ ഇങ്ങനത്തെ പരിപാടികളൊന്ന് കൺട്രോൾഡ് ആക്കിയത്. ആ സമയത്താണ് ക്രിസ്മസ് വന്നതും തൃശ്ശൂരിലുള്ള എല്ലാ കോളേജിലും ഇവിടുത്തെ സിറ്റുവേഷൻ സെന്റ് തോമസ് യിലും പരിപാടി നടന്നു. ഇനി സെന്റ് തോമസിൽ പ്രത്യേകിച്ച് പിന്നെ കോളേജ് ബാൻഡിന്റെ പരിപാടി ഉണ്ടായിരുന്നു.
പിന്നെ ആ പരിപാടി കഴിഞ്ഞപ്പോ എല്ലാരും വീട്ടിൽ പോയി. That's all for today's news. അല്ല നമ്മള് പറയണ്ടായിരുന്നു, ഇവൻ പറഞ്ഞു കൊടുത്താണ്. ഇവൻ പറഞ്ഞു നിങ്ങളുടെ കോളേജ് കമ്പയർഡ് ടു ദയർ കോളേജ് ഫസ്റ്റ് ലെസ്റ്റർ എന്നാ പറഞ്ഞു. അപ്പൊ അവിടെയാണ് നമ്മൾ നിർത്തിയത്. അത് തന്നെയാവും ചില സാങ്കേതിക പ്രശ്നങ്ങൾ തമ്മിലാവും. പിന്നെന്ന് വെച്ചാൽ ഇവർക്കെന്ന് വെച്ചാൽ കോളേജിന്റെ പ്രൈവറ്റ് ഏരിയ അത്യാവശ്യം ഉണ്ട്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും റഷ് ബിസി ഉള്ളൊരു പബ്ലിക് ഏരിയയിലാണ്. അതായത് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പോലീസ് ഇന്റർവെൻഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഇവന്റിന് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് കോളേജ് മാനേജ്മെന്റ് വരെ പറയുന്നുണ്ട്. ലൈക്ക് ആംബുലൻസസ് പോകുമ്പോ അങ്ങനത്തെ കുറെ ഇതൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ പറ്റുള്ളൂ. പക്ഷെ ഓണത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ എനിക്ക് അത്ര ഒരു എഫക്ട് തോന്നി. ഇതിന്റെ ഇടയിൽ ഞാനൊരു സാധനം ചേട്ടൻ പറയുന്നത് കേട്ടു. ആർട്സ് ഡേ ഉണ്ടായിരുന്നു. ഇത് എന്താണ് ഉണ്ടായത്? എന്റെ അറിവിൽ ആർട്സ് വിന്നേഴ്സ് ഇരിക്കുന്നുണ്ടാണ്. അവിടെ ആർട്സ് ഡേ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, 2 ദിവസം ഉണ്ടായിരുന്നു. ആർട്സ് ഡേ ഉണ്ടായിരുന്നോ? ആ നീ അത് ഈ പറഞ്ഞില്ലല്ലോ. അടുത്തല്ല, ഇത് ഒരു 1 month ഒക്കെ ഉണ്ട്. 1 month ആയെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഇത് വെരി റീസെന്റ് ആണ്. ഈ വീക്കാണ്. അല്ല, പക്ഷെ 1 week 1 month ആയ കാരണം എനിക്കൊന്നും ഓർമ്മയില്ല. 1 month ആയ കാരണം ഒന്നും ഓർമ്മയില്ല അത്. അല്ല, എന്നാലും ഓർമ്മയുള്ളത് വെച്ചിട്ട് അങ്ങനെ നീ എന്തിനേലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവിടെ നിന്ന് തുടങ്ങാം. ഇല്ല ഇല്ല. അല്ല, ഓൺ സ്റ്റേജ് പ്രോഗ്രാമിന് ഒന്നിനും. ഓഫ് സ്റ്റേജ് മതി. ഓഫ് സ്റ്റേജ് ഞാൻ എന്തോ എന്തായിരുന്നു സ്റ്റൈലിന് കിട്ടിയ ടോപ്പിക്? അതിന്റെ ടോപ്പിക് ഇപ്പോ റീസെന്റ് ആയിട്ട് നടക്കുന്ന AI ഡെവലപ്മെന്റ്, അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാന്നായിരുന്നു. ഞാൻ പറയണ അല്ല, ഞാൻ പഠിക്കണ ഒരു ടോപ്പിക്കും കൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. അതാണ് നമുക്ക് വേണ്ടത്. കൺഗ്രാറ്റുലേഷൻസ്. അല്ല, ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ. കാരണം ആ കോർ സബ്ജക്റ്റിലേക്ക് വരുന്നേ ഉള്ളൂ. ഇപ്പൊ ബേസിക് ആയിട്ട് പഠിക്കണ കെമിസ്ട്രി, ഫിസിക്സ്. അല്ല, പിന്നെ ഈ ഓൺ സ്റ്റേജ് ഇവന്റ്സ് ഒക്കെ ഇല്ലേ, ലൈക്ക് ഡാൻസ് അതൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ കണ്ടില്ലേ? കണ്ടു. കണ്ടതിൽ നിന്ന് എന്താണ് അതിനെ വിലയിരുത്തുന്നത്? ഇത് ശരിക്കും ഒരു എന്താ പറയാ, ഓപ്പർച്യൂണിറ്റിന്ന് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കല്ലേ, അവരുടെ ഒരു ടാലന്റ് പുറത്തേക്ക് വരും. ഇപ്പൊ ഇനിയും ഇതിനെക്കാട്ടും നല്ല പ്രോഗ്രാംസ് ഇനിയും ചെയ്യാം. ഈ ഐറ്റംസ് ഒക്കെ പെർഫോം ചെയ്യണത് എങ്ങനെ? കോളേജ് റൂൾസ് റെഗുലേഷൻസ് വെച്ചിട്ടാണോ? എത്ര ഐറ്റംസ്, ലൈക്ക് ഏതൊക്കെ ഐറ്റംസ് ഒക്കെയാണുള്ളത്? ഡാൻസ് ഒക്കെ, പാട്ടൊക്കെ? ഞാനല്ല ശരിക്കും ഓർഗനൈസർ. അല്ല, കോളേജിന്റെ ഇതെല്ലാണോ അതോ നിങ്ങളുടെ ലൈക്ക് കമ്മിറ്റി ആണോ നടത്തണത്? അല്ല, കോളേജ്. കോളേജ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ചേച്ചി? ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റീഷൻ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഇത് ശരിക്കും 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആൽഫ ബീറ്റ അങ്ങനത്തെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കാരണം CSC-കാർക്ക് കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും അവർക്കല്ലേ പാർട്ടിസിപ്പേഷൻ കൂടുതൽ. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ പ്രാവശ്യം 2 ആൽഫ ബീറ്റ അങ്ങനെ ഗ്രൂപ്പുകളായിട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല കോളേജിനെ കംപ്ലീറ്റ്ലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഹാഫ് സ്റ്റുഡൻസ് ഒരെണ്ണത്തിലും ഹാഫ് സ്റ്റുഡൻസ് മറ്റേതിലും. ഓ, വെരി ഗുഡ്. അല്ല, അപ്പോ ആര് ജയിച്ചേ? അത് ഇതിൽ ഏതോ ഒരെണ്ണത്തിലാണ് അങ്ങനെയാണ്. മനസ്സിലായില്ല. പക്ഷെ ഓവറോൾ ഉണ്ടായിരുന്നു. അതിന് ഞാൻ പറയാൻ വരിയിരുന്നു ഓവറോൾ എന്ന് പറഞ്ഞിട്ടൊരു. അതാണ് ഞാൻ ചോദിച്ചത്. ഓവറോളാ ആണെന്ന് തോന്നുന്നു. ഓ, ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. അപ്പൊ ഈ ഗ്രൂപ്പ് അല്ലേ ഓവറോൾ അടിക്കുക? എടാ, ഗ്രൂപ്പ് വൈസ് 2 ഉണ്ട്. കോമ്പറ്റീഷൻസ് നടത്തണത് സെപ്പറേറ്റ് ആയിട്ടാണ്. ആൽഫ വിളിച്ചു പറയായിരുന്നു. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നിവിന്റെ കൂട്ടുകാരിത് കാണുന്നുണ്ടെങ്കിൽ ഇത് കട്ടിയാണെന്ന് മോളിലാട്ടോ ചേട്ടാ. എന്നാ കോളേജ് തുറക്കണേ? അല്ല, എന്നാ കോളേജ് തുറക്കണേ? അത് ഓർമ്മയില്ലേ? അത് ഓർമ്മയില്ല എനിക്ക്. ജനുവരിയിൽ അല്ലേ? ജനുവരിയിലാണോ? നമുക്ക് ജനുവരി 3-ാം തീയതി ആണോ? ജനുവരിയില എനിക്കറിയാം. 2-ാം തീയതി എന്തായാലും മുടക്കാം. അപ്പൊ 3-ാം തീയതി 2-ാം തീയതി എന്താ മുടക്കുന്നല്ലേ? മന്നം ജയന്തി. നമ്മുടെ കോളേജിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ അവിടുത്തെ കുറച്ച് ഇവരുടെ ഇത് വെച്ച് നോക്കുമ്പോ നമ്മുടെ കോളേജ് കുറച്ചുകൂടി ഡെവലപ്പ് ആവണ്ടേ എന്ന് എനിക്ക് തോന്നി. മറ്റേ ആൽഫ ബീറ്റ സെറ്റപ്പ്. അതില് നിങ്ങളുടെ അവിടെ എന്താ പ്രശ്നം? അത് ഞങ്ങളുടെ അവിടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് ആർട്സ്. അപ്പോ ഈ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ അവർക്ക് കുറെ അവർക്ക് തന്നെ കുറെ ഇതുണ്ടല്ലോ. ഇപ്പോ ഫിനാൻസ്
ആ ഓക്കെ ഓ ശരി അങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ തന്നെ ഒരു 10-50 പേരുണ്ടാവും, 60 പേര് 60 പേരുണ്ട് ഉം. ഒറ്റ ക്ലാസ്സില്. അങ്ങനത്തെ ഒരു 4 ക്ലാസ് ഒക്കെ കൂടിയതാണ് ഇവരുടെ ഒറ്റ ഈ 6 ക്ലാസ് 6 ക്ലാസ് കോമേഴ്സ് എന്ന് പറഞ്ഞത്. അത് അവർക്കെതിരെയാണ് 40 പേരുടെ അത് 120 പേര് മാത്രമായിട്ടുള്ള ഞങ്ങളുടെ ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ക്രിമിനോളജി അല്ലെങ്കിൽ ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ മത്സരിക്കുന്നത്. അപ്പോ ആൾക്കാരുടെ എണ്ണവും അവരുടെ ഇതും ഫലം കൂടുതലാ. കൂടുതലാണ്. അപ്പൊ ഒരു പവറിന്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇത് വരും. അപ്പൊ നമ്മുടെ കോളേജിലും അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള 2 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ബെറ്റർ ആണ്. അതെ വളരെ നല്ല ബെറ്റർ ആണത്. കാരണം എപ്പോഴും വൺ സൈഡഡ് ആയിരിക്കില്ലേ പ്രൈസ്. അപ്പൊ നമ്മുടെ ആർട്സ് ആയിരുന്നു നടക്കണ്ടായിരുന്നു. ആർട്സ് മൊത്തത്തില് 6 ദിവസമായിട്ടായിരുന്നു. 3 ദിവസം ഓഫ് Off സ്റ്റേജ്, stage, 3 ദിവസം on ഓൺ stage. സ്റ്റേജ്. ഓഫ് സ്റ്റേജ് ഐറ്റംസിൽ ഞാൻ എസ്റ്റേ റൈറ്റിംഗ്, 3 ദിവസം ഓഫ് സ്റ്റേജ് ടോട്ടൽ 3 ദിവസം 6 ദിവസം. 6 ദിവസം ടോട്ടൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങള് സ്റ്റോറി ഒക്കെ തുടങ്ങിയത് 3 ദിവസത്തെ മാത്രമാണ്. അത് ഓൺ സ്റ്റേജിന്റെ മാത്രം. ഓഫ് സ്റ്റേജ് ആകുമ്പോ ഈ എസ്റ്റേ റൈറ്റ് കഥ എഴുതാത്ത ഒരു ഗുമ്പില്ലാന്നല്ലേ? അതന്നെ. ഗുമ്മില്ലാതല്ല, അവിടേക്കൊന്നും നമ്മൾ ഫോൺ എൻട്രി ഇല്ല. ഇല്ല, ഞങ്ങളുടെ അവിടെയും ഇതേപോലെ 3 ദിവസം ഓൺ സ്റ്റേജും പിന്നെ ഒരു 1 വീക്ക് ഉണ്ടായിരുന്നു ഓഫ് സ്റ്റേജ് ഐറ്റംസിന്. അത് ഒരു ദിവസം 2 ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നടത്താറ്. ഞങ്ങളുടെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. അവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഉണ്ടാവും. അതെ ഒരുമിച്ചുണ്ടാവും പല പല ക്ലാസ്സിലായിട്ട്. പക്ഷെ ഓഫ് സ്റ്റേജ് ഇവന്റ്സിനൊന്നും അത്ര ഒരു ഇത് കിട്ടില്ല. കാരണം അന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പ്രാക്ടീസിന് പോവാ. 2-3 ആഴ്ച അതാണ് വേറൊരു റീസൺ. അതാണ് ഈ ഓഫ് സ്റ്റേജ് ഇവന്റ്സ് നടക്കുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും ഓൺ സ്റ്റേജിന്റെ. ഓൺ സ്റ്റേജിന് കൂടുതൽ പോയിന്റ്സ് കിട്ടും. അതെ, അത് കാരണം സ്റ്റോറി ഇട്ടില്ല എന്നാണ് പറയുന്നത്. ആവാം, ആയിരിക്കാം. പിന്നെ അതായത് അതില് ഫുൾ ടൈം മുഴുകിയിരിക്കുക. പിന്നെ വീട്ടിൽ വരുമ്പോ വീട്ടിൽ വരുമ്പോഴേക്കും സ്കീമാവും. കാരണം അപ്പൊ ഈ 3 ദിവസത്തെ ആദ്യത്തെ ദിവസം തുടങ്ങിയില്ല, 2 ദിവസം 3 ദിവസം ഉണ്ടായില്ലോ ഇട്ടുണ്ട്. പക്ഷെ ഒരു വിഗറിലായിരുന്നു, ഫുള്ള് എയർലൈക്ക് ഫയറിലായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഒരു 2-3 ആഴ്ച സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കാൻ സമയം കിട്ടി. എന്നും ശനിയും ഞായറും ഒക്കെ നമ്മള് ടേക്കിംഗ് കാട്ടില് പ്രാക്ടീസിങ് അങ്ങനത്തെ. ഞാനിപ്പോ ഇടയ്ക്ക് അവനെ 2-3 ദിവസം കണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര ഇന്റൻസ് പ്രാക്ടീസുകളിലാണ് നമ്മൾ നിന്നിരുന്ന ഒരു 2 ആഴ്ചത്തേക്ക്. അതിനുള്ള ചെലവുകൾ വേറെയും. ഒരു ഈ പ്രാക്ടീസ് ഒക്കെ നടക്കണ കോളേജ് ടൈമിലാണ്. കോളേജ് ടൈമിലുണ്ട്. പക്ഷെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പോവാൻ. ചിലർ ക്ലാസ്സിൽ കയറും, ചിലർ ക്ലാസ്സിൽ കയറില്ല. അതെ, ക്ലാസ് എടുക്കും. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് 3 മണി തൊട്ട് 4 മണി വരെ നമുക്ക് കോളേജിൽ പ്രാക്ടീസ് ചെയ്യാം. 4 മണിക്ക് ശേഷം നമ്മൾ കോളേജിൽ ക്ലാസ് വിട്ടിട്ട് ക്ലാസ് എൻഡ് ചെയ്യൂലോ. അത് തൊട്ട് 3 to 4 കോളേജ് 4 മണി വരെ നമുക്ക് ഉള്ളിലുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ തേക്കിങ് കാട്ടിലൊക്കെ ചെയ്യാം. ഞങ്ങള് രാത്രി 7 മണിക്കൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു, വടക്കുന്നാഥിന്റെ മുന്നിലൊക്കെ വെച്ചിട്ട്. പിന്നെ ശനി ഞായറിൽ കാലത്തൊട്ട് വൈകിട്ട് വരെ. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഇവന്റ്സ് ഉള്ളവരൊക്കെയാണ് ഭയങ്കരമായിട്ട് പെടുക. കാരണം കാലത്ത് ഒരെണ്ണത്തിന്റെ, വൈകിട്ട് ഒരെണ്ണത്തിന്റെ, രാത്രി ഒരെണ്ണത്തിന്റെ, അങ്ങനെ ഓരോ പ്രാക്ടീസുകളൊക്കെയാണ്. നിങ്ങൾ ടോട്ടൽ എത്ര ഇവന്റിലുണ്ടായിരുന്നു? എല്ലാ 3 ഇവന്റേ പാടുള്ളൂ ഓൺ സ്റ്റേജ്. ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ 4 ഇവന്റ്സ്. ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? ഏതൊക്കെയായിരുന്നു പരിപാടികൾ? ഞാന് മൊത്തം ഓൺ സ്റ്റേജ് ഓഫ് സ്റ്റേജും കൂടി 4 പരിപാടികൾക്കുണ്ടായിരുന്നു. ഓഫ് സ്റ്റേജിൽ എസ്സേ റൈറ്റിംഗ് ഇംഗ്ലീഷ്, ഓൺ സ്റ്റേജിൽ സിംഗിൾ ഇവന്റ് ആയിട്ട് ചെണ്ട സിംഗിളുണ്ടായിരുന്നു. പിന്നെ തായമ്പക ഗ്രൂപ്പ്, നാടൻപാട്ട് ഗ്രൂപ്പ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു അല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ താല്പര്യമുള്ള? എനിക്കറിയാം ഉത്തരം ചെണ്ടയുടെ ഇതായിരിക്കുമല്ലോ, ബിക്കോസ് ആ ഒരു ഏരിയ എനിക്ക് ഇഷ്ടമായത്. അതുകൊണ്ട് തന്നെ തായമ്പകയിൽ ഫസ്റ്റ്. അത് പക്ഷെ ഒരു ഇതാണ്. കാരണം 1/2 മണിക്കൂറാണ് തലേദിവസം ജസ്റ്റ് അത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് എത്തിയതാണ്. അങ്ങനല്ല, മണിക്കൂറിലേക്ക് അങ്ങനല്ല. കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റില് ചെണ്ട ഫീൽഡ്, ഈ ഇൻസ്ട്രുമെന്റ് ഫീൽഡ് ഭയങ്കര കുറവാ. ചെണ്ടാണെന്നില്ല, ഒരാൾക്കാരെ 3 ഇവന്റ്സ് ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇതിക്ക് എത്താനുള്ള സമയം കിട്ടുന്നില്ല. അപ്പൊ അതങ്ങനെ ഈ തായമ്പയ്ക്ക് അതല്ല പ്രശ്നം. ഞങ്ങളുടെ ഇയേഴ്സിലും ഞാന് പിന്നെ പറഞ്ഞ വേറൊരു എന്റെ ക്ലാസ്സിലൂടെ ഞങ്ങൾ മാത്രമാണ് ചെണ്ട ഫീൽഡായിട്ട് അങ്ങനെ പോണ ആൾക്കാർ. ആരുമില്ല. അപ്പൊ മറ്റേ ഇത് കണ്ടിട്ടുണ്ടോ നീ? മറ്റേ കോണില്ലേ, ചോളം നമ്മൾ എങ്ങനെ കഴിക്കാന്ന് സൈഡ് പിടിച്ചിട്ട്. അതെ,
ഇതിപ്പോ പഴം കഴിക്കണ പോലെ എനിക്ക് ഇങ്ങനെ പിടിക്കാൻ അബ്സർഡ് പ്ലേസസിൽ ഇങ്ങനെ പിടിച്ചു തരും. അല്ല കേക്കിലെ ഒരു കഥ പ്രശ്നം. അപ്പോ എന്താണ്ടായെന്ന് വെച്ചാൽ സീനിയേഴ്സിനെ പഠിപ്പിച്ചെടുക്കണം എന്നുള്ളൊരു സ്കീം ഉണ്ടായിരുന്നു. അപ്പോ അതൊക്കെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയം ഇത്തിരി കുറഞ്ഞത്. ഇപ്രാവശ്യം പറയാ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സാധാരണയെക്കാട്ടും നന്നായി പെർഫോം ചെയ്തു. സീനിയേഴ്സ് ഒക്കെ കട്ടാക്കി നിന്നിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇവന്റ് നമുക്ക് ഒരു എക്സ്പോഷർ കിട്ടിയത്. കാരണം അടുത്ത കൊല്ലം നമ്മളാണ് ഇത് മാനേജ് ചെയ്ത് കൊടുക്കുന്നത്. പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല നീ ഇപ്പോ ആകെ 30 minutes പ്രാക്ടീസ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ സ്കില്ലാണ് വിസിബിൾ ആണ്. ആ 30 minutes പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള പ്രഷറാണ് ഏറ്റവും വലിയ സംഭവം. കാരണം നമ്മൾ പേര് കൊടുത്തു, നമ്മള് വലിയ കാരണം എന്ന് വെച്ച് പടം ആകെ പൊട്ടിപ്പാളിസായിട്ടിരിക്കുക. ആ ഒരു സാധ്യതയിലിരിക്കുകയാണ്. അതല്ല 90% നമ്മൾ ഉറപ്പിച്ചു പൊട്ടി എന്നുള്ള കേസ്. എന്തോ ആ സമയത്തുള്ള ഒരു ഇത് നമ്മൾക്ക് കിട്ടി. ഞാൻ ഇതിലൊക്കെയാണ് പങ്കെടുത്തത്. എസ് റൈറ്റിംഗ് ഇംഗ്ലീഷ് പങ്കെടുത്തു, പിന്നെ പോയം റൈറ്റിംഗ് ഇംഗ്ലീഷ്, ക്വിസിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഒരെണ്ണോടി ഉണ്ടായിരുന്നല്ലോ, ഏതൊരെണ്ണോടി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 4 ഗ്രൂപ്പ് ഇത് മാത്രം ഉണ്ടായിരുന്നു, അല്ലേ 3 ഉണ്ടായിരുന്നു. സോറി, ഇംഗ്ലീഷ് ഡ്രാമ, പിന്നെന്തായിരുന്നു വെസ്റ്റേൺ മ്യൂസിക്കും പിന്നെ ഗാനമേള. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ഇംഗ്ലീഷ് ഡ്രാമയ്ക്കായിരുന്നു. ഇംഗ്ലീഷ് ഡ്രാമ 8 നിലയ്ക്ക് പൊട്ടിപ്പോയി. ഇവൻ പറഞ്ഞ അവസ്ഥ മുടക്കി എത്തിയില്ലേ? പക്ഷെ ഞങ്ങളെ പ്രാക്ടീസ് 8 നിലയ്ക്ക് പൊട്ടിയുള്ളൂ, പ്രൈസ് 8 നിലയ്ക്ക് ജയിച്ചു. ഗാനമേളയ്ക്കും ഫസ്റ്റ് അടിച്ചു, വെസ്റ്റേൺ ഡ്രാമയ്ക്ക് വെസ്റ്റേൺ മ്യൂസിക്കിന് സെക്കൻഡ് അടിച്ചു. പക്ഷെ അതിന് അത്യാവശ്യം പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇംഗ്ലീഷ് ഡ്രാമയ്ക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനൊന്നും കിട്ടിയില്ല. അല്ല ഈ ഗാനമേളയും വെസ്റ്റേൺ മ്യൂസിക്കും ഫോർമാറ്റില് ഗാനമേള എന്ന് പറഞ്ഞാ ഏത് സോങ് ആണ് നിങ്ങൾക്ക് പാടാം? വെസ്റ്റേൺ പാടാം, ഇംഗ്ലീഷ് പാടാം, മലയാളം പാടാം, തമിഴ് പാടാം, തെലുങ്ക് പാടാം, കന്നഡ പാടാം. അല്ല നമ്മളിപ്പോ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യണതിലൊക്കെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ? ഏത് ഇൻസ്ട്രുമെന്റ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെസ്റ്റേണിലും വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിന് ഏത് ഇൻസ്ട്രുമെന്റ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഡിപ്പാർട്ട്മെന്റില് ഞങ്ങൾ സെക്കൻഡ് അടിച്ചു ഓവറോൾ എല്ലാത്തിലും. ഞങ്ങള് 6th ആയിരുന്നു. കുറെ കാലത്തിന് ശേഷം വീണ്ടും ഞങ്ങള് ലീഡർ ബോർഡിൽ 6 ഒക്കെ അടിച്ചെന്ന് വെച്ചാ ഗ്രേറ്റ് അച്ചീവ്മെന്റ് കേട്ടോ, നമ്മളെ പോലെ അല്ല. കാരണം എണ്ണം വെച്ച് നോക്കുമ്പോ കുറവാണ്. ഞങ്ങളുടെ 3 ഇയേഴ്സിലത്തെ പിള്ളേരെ വെച്ച് നോക്കുമ്പോഴും ഇവരുടെ ഇത് വെച്ച് നോക്കുമ്പോ ഇവർക്ക് ഞങ്ങളെ 3 ഇരട്ടിയായ ആൾക്കാരുണ്ട്. 3 ഇരട്ടിയെ? നിന്റെ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ഞങ്ങൾക്ക് ഒരു ബാച്ചിലാകെ 150 പേര് ടോട്ടല്. ഇല്ലേ? ബാച്ചിലാകെ 100 പേരുള്ളൂ. എങ്ങനെയാണ് 3 ഇരട്ടിയാവണേ? 20ന്റെ 2 ഇരട്ടി പോലും ഇല്ല. അത് കട്ട് ചെയ്തോ. ഇപ്പൊ ഈ ആർട്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ, നമ്മൾ ഈ കോളേജിലും സീരീസിലൊക്കെ കാണുന്ന പോലെ ഈ സിനിമകളിലൊക്കെ ഈ വിഗറൊക്കെ ആയിട്ട് മത്സരിക്കില്ലേ, അതേ ഒരു എഫക്റ്റ് ആണ് നമ്മൾക്ക് ഇത് കിട്ടിയത്. 3 ദിവസമായിട്ട് നമ്മൾ ലൈക്ക് ഒരാഴ്ച ക്ലാസ്സിക്കൊന്നും കയറില്ല കേട്ടോ. ഫുൾ തെണ്ടി തിരിഞ്ഞ് കിടക്കും, പ്രാക്ടീസ് ചെയ്യും നമ്മൾ. ഒരു ഇമോഷനിൽ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിലത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് മോനെ ഫസ്റ്റ് അടിച്ചിട്ട് നമ്മൾ ഇനി പൂള് എന്നൊക്കെ പറയുമ്പോ ആ ഒരു ഫീലുണ്ട്, പവർ വരും. അപ്പൊ അത് തുടങ്ങും. അത് ആദ്യമൊക്കെ നമ്മൾ ഭയങ്കര ഫണ്ണൊക്കെ ആയിട്ടാണ് ഇത് നോക്കുക. പിന്നെ കുറച്ച് വരുമ്പോ ഇന്റൻസിറ്റി ഇങ്ങനെ കൂടി വരും. എന്നിട്ട് അവസാനം ആകുമ്പോ ലൈക്ക് ലാസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോ ഒരു ഡ്രഞ്ച് വരും. ഫുള്ളായിട്ട് നമ്മൾ ആ ഇവന്റിന് കൊടുക്കും. എന്നിട്ട് ലൈക്ക് രാവിലെ നമ്മൾ ഇതുവരെ 5 മണിക്ക് എഴുന്നേക്കാത്ത നമ്മളൊക്കെ 5 മണിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേക്കും. അണ്ട് കൃത്യം കോളേജിലൊക്കെ പോയി സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇവന്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതിന് പ്രൈസ് കിട്ടിയെന്ന് വേറെ ഫീലുണ്ട്. പ്രൈസ് കിട്ടിയെന്ന് പറയുമ്പോ അതും സെറ്റായിട്ട് കിട്ടും. അതായത് ലൈക്ക് ഒരു നമ്മൾ ആനുവൽ ഡേ പോലെ തന്നെ, പക്ഷെ ആനുവൽ ഡേക്ക് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഇല്ല. ഇതില് ഈ കോമ്പറ്റീഷൻ സ്പിരിറ്റും കൂടി ബൂസ്റ്റ് ആയി വരുമ്പോ ലൈക്ക് നമ്മളൊരു എസ്റ്റേറ്റഡ് ഫീലിംഗ്. അതെ, നിങ്ങളുടെ ഒരു പരിപാടി മാറിയുന്നില്ലേ? ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാല്ലേ, ഞാൻ പറഞ്ഞു തായമ്പകയുടെ കേസ് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. അതിനപ്പൊ തന്നെ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ അതിന്റെ പ്രൈസ് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ബ്ലോക്ക് ജൂബിലി ബ്ലോക്ക് എന്ന് വെച്ചാൽ ഏറ്റവും പറയാലോ ബേസ്മെന്റിലായിരുന്നു ഇതിന്റെ തായമ്പ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd ഫ്ലോറിലാ. അപ്പോ പ്രൈസ് നമ്മള് ഫസ്റ്റ് ചെണ്ട് എല്ലാം എടുത്ത് ഓടി കയറിയ ഓരോ ഓഫീസിൽ അവിടെ പോയിട്ട്
തകർത്ത് ഞങ്ങള് കുട്ടിയോക രസായി. മിസ്സൊക്കെ ചോടിയത് വേറെ റേഞ്ച്. അതായത് ഞങ്ങളുടെ ഗാനമേള ലാസ്റ്റ് ഇവന്റാ. അതെ, ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവിടെ ആൾക്കാരുണ്ടാവും. അപ്പൊ ലാസ്റ്റ് ഇവന്റ് ആണ്, ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോഴാണൊരു ഫീലിംഗ്, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇതും കൂടി പെർഫോം ചെയ്ത കഴിഞ്ഞു, ഫുൾ ഓവറോൾ സ്കോർ പറയാൻ പോവാ. അപ്പൊ അതിന്റെ ടെൻഷൻ, മറ്റേന്റെ ഇത്, നമ്മൾ ഇത്രയും നാളെ പ്രാക്ടീസ് ചെയ്തതിന്റെ എല്ലാം കൂടിയിട്ടാണ് ആ സംഭവം വരാൻ പോണേ. അത് അങ്ങോട്ട് ഇട്ടിട്ട് ഫസ്റ്റ് അടിച്ചു എന്ന് പറഞ്ഞപ്പോ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയി പോയി. അത് സ്ട്രെസ് മാനേജ്മെന്റ് സ്കില്ലാണോ? അത് സ്ട്രെസ് മാനേജ്മെന്റ് സ്കിൽ ആയിരിക്കും. നിങ്ങളുടെ അവിടുത്തെ ആർട്സ് ഡേക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടുത്തെ? അതുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പുതിയതായ കാരണം പിള്ളേര് അത് കോമ്പറ്റീഷൻ ഞാൻ കണ്ടിരുന്നു. കാരണം എന്റെ ഫ്രണ്ട്സ് കുറെ വിദ്യയിൽ പഠിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ വെച്ചല്ല, വേറെ കുറെ സീനിയേഴ്സ് ഒക്കെ ആയിട്ട് അവരൊക്കെ സ്റ്റാറ്റസ് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറച്ചുകൂടി വിഗറസ് ആയിട്ടുള്ള പ്രാക്ടീസ് നടന്നു ഞാൻ അറിഞ്ഞിരുന്നു. ഓക്കെ. എന്തെങ്കിലും തർക്കത്തിലേക്ക് എത്തിയിരുന്നോടെ? സാധാരണ ഒരു ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ പരിപാടി കടക്കുമ്പോൾ തർക്കം ജനറലി ഒരു ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടൻ പാട്ട് എന്ന് പറഞ്ഞ ഞങ്ങളുടെ എന്തായാലും തല്ലിട്ടാലും പറയാം. നാളെ ഒരു ന്യൂസ് വരും, പോഡ്കാസ്റ്റിന്റെ റെക്കോർഡിങ്ങിന് ശേഷം നാസേട്ടന് ഗുരുതര പരിക്ക്. ഓക്കെ പറയാം. അതായത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യണ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിലൊന്നാണ് ഈ നാടൻ പാട്ട്, ഫോക്ക് ഡാൻസ്. ഈ നാടൻ പാട്ട് ഫോക്ക് ഡാൻസും ട്രെയിനിങ് എന്ന് പറഞ്ഞാലേ ആ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ട്. ഡാൻസ് കളിച്ച് കഴിഞ്ഞ ഉടനെ അടി തലയിറങ്ങി വീഴുക. അത്രയും ഇന്റൻസ് ആയിട്ടാണ് അവർ ഡാൻസ് കളിക്കണത്. അപ്പൊ എന്നിട്ട് അതുപോലെ തന്നെ ഈ നാടൻ പാട്ട് പാടിയിട്ട് തൊണ്ട പൊള്ളിയും. ലീഡ് പാടുന്ന ഒരു ചേച്ചിയാ. ആ ചേച്ചിയുടെ എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയാണ് ഇംഗ്ലീഷ് ഡ്രാമയിലെ മെയിനും. അതൊക്കെ അപ്പൊ ആ ചേച്ചി നാടൻ പാട്ടാണ് നാടൻ പാട്ട് ഫോക്ക് ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള ഇവന്റ് ആയിരുന്നു. അപ്പോ നാടൻ പാട്ടിന് ഞങ്ങൾ പാടി. ഫസ്റ്റും കിട്ടിയില്ല, സെക്കൻഡ് കിട്ടിയില്ല, തേർഡ് പോലും കിട്ടിയില്ല. പക്ഷെ ഞങ്ങളെന്നൊക്കെ പറഞ്ഞാൽ കാലകാലമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് അടിപ്പിച്ച് കിട്ടുന്ന സാധനമാണ്. അപ്പോ പാടി കഴിഞ്ഞിട്ട് ലൈക്ക് അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുക്കണ ചേട്ടൻ വരെ പറഞ്ഞു ലൈക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഉറപ്പാന്ന് പറഞ്ഞു. അത്രയും ഓഡിയൻസ് ക്യാപ്ചറിങ് ആയിട്ടാണ് പെർഫോം ചെയ്തത്. പെർഫോം ചെയ്തിട്ട് റിസൾട്ട് കഴിഞ്ഞപ്പോ ഇങ്ങനെയായി. എന്നിട്ട് ലൈക്ക് ഇവര് പോയിട്ട് എന്താ യൂണിയൻ ഓഫീസിൽ പോയിട്ട് ഞങ്ങൾക്ക് അപ്പീൽ പോകണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്തൊക്കെ അധികം കോൺഫ്ലിക്റ്റ് ഒന്നും ആയില്ല, അങ്ങോട്ട് പോയി. എന്നിട്ട് അപ്പോഴേക്ക് ജഡ്ജിന് എന്തോ അർജൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആള് പോയി. അപ്പോ അവര് ചെറിയായിട്ട് സമരമൊക്കെ ചെയ്തു. അല്ല, അത് ചിലപ്പോ നിങ്ങള് ജഡ്ജ്മെന്റ് ക്രൈറ്റീരിയ ശരിക്കും വായിക്കാണ്ടായിരിക്കും. ജഡ്ജ്മെന്റ് ക്രൈറ്റീരിയ അതില് വെച്ചേക്കണ പോയിന്റ്സിന്റെ ഒരു സ്കീം ഉണ്ടാവില്ല. ആ സ്കീമിൽ തന്നെയാണ് ഞങ്ങൾ പെർഫോം ചെയ്തത് തുടക്കം മുതൽ. ഞങ്ങൾ ക്രൈറ്റീരിയ ഒക്കെ ഞങ്ങൾ ലൈക്ക് ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് എല്ലാ ഇവന്റും ഇറങ്ങണുള്ളൂ. എന്നാലും പക്ഷെ അവരെന്തോ എനർജി കൂടിപ്പോയിന്ന് അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് ഒരു അങ്ങനെ സാധാരണ കേൾക്കാറില്ല. അല്ല അതുപോലെ എനിക്ക് തോന്നുന്നു സ്കെയില് കൂടി പോയാലും ഞങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ അവർക്ക്. അല്ല, ഡെഡിക്കേഷൻ എല്ലാവർക്കും ഭയങ്കരമാണ്. ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്സില് ഒപ്പന ഞങ്ങളുടെ ടീം ഇറങ്ങിയില് ഡ്യൂട്ടിക്ക് ലെഗ് ഓൾറെഡി ആ കുട്ടിയുടെ ഒരു മാസം മുമ്പ് ഫ്രാക്ചർ ആയിട്ടുള്ളൂ. ആ കുട്ടി ഒപ്പനയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡാൻസ് കളിക്കുമ്പോ ആ കുട്ടി കളിക്കുന്നുണ്ട്. പക്ഷെ ഡാൻസ് കഴിഞ്ഞ് ആ കറക്റ്ററിനോട് പിന്നെ കരച്ചില്ല. കാരണം കാല് കിടന്നിട്ട് ഇങ്ങനെ ഇതായിട്ടേ ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര എല്ലാരും ഭയങ്കര സീനായിരുന്നു. ഞങ്ങളുടെ അവിടെ സ്പോർട്സ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കാർ കുറവാണെങ്കിലും അതിൽ ഇറങ്ങണവരുടെ ഒരു ഡിറ്റർമിനേഷൻ അവരുടെ മുഖത്ത് കാണാൻ പറ്റും. പിന്നെ വേറെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിൽ കുറെ പേര് ഓടിക്കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അവിടെ വീണ് ബ്രീത്ത് പോലും കിട്ടാണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ. അപ്പോഴാണ് നമുക്ക് അതിന്റെ വില അറിയുക, അവരെത്രത്തോളം അങ്ങനെ. അപ്പൊ ഭയങ്കര മിക്സഡ് ഫീലിങ്സിൽ പറഞ്ഞ പോലെ ഒരു മൂവ്മെന്റ്സ് ആയിരുന്നു അതൊക്കെ. എന്നിട്ട് അവസാനം
എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോ അടുത്ത കൊല്ലം നമ്മൾക്ക് ഇപ്പൊ കിട്ടിയതിനെക്കാട്ടും ഇരട്ടി പണികൾ അടുത്ത കൊല്ലം കിട്ടും നമ്മള്. കാരണം അടുത്ത കൊല്ലം നമ്മള് സെക്കൻഡ് ഇയേഴ്സ് ആണ്. നമ്മള് കൂടുതൽ കൂടുതൽ leadership skills കോർഡിനേഷൻ ആൻഡ് വരും. കണ്ടക്ഷൻസ്. അല്ല, ഞാൻ പറയണ അവർക്കൊന്നും മനസ്സിലാവില്ല. അടുത്ത വർഷം നമുക്ക് ഇത്തിരി കൂടി വർക്ക് കിട്ടും. കാരണം സെക്കൻഡ് ഇയേഴ്സ് ആണ്. അത് മനസ്സിലായി. ഫസ്റ്റ് ഇയർ ആണല്ലോ. അല്ല അങ്ങനല്ല, അത് സെക്കൻഡ് ഇയറിൽ എന്താ ഡ്യൂട്ടി വരണ അതെന്താ സംഭവം എന്ന് വെച്ചാലേ, ഒരു ഡിഗ്രി എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയേഴ്സ് എന്ന് വെച്ചാൽ നമ്മള് പുതിയൊരു ഇതാണ്, നമ്മളെന്താ ചെയ്യണ്ടേന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. തേർഡ് ഇയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കോളേജ് ലൈഫ് ഓൾമോസ്റ്റ് ഓവറായി, അവരെ ഇറങ്ങണതിന്റെ ഒരു ഇതിൽ നിൽക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ടീമാണ് ഇല്ല, ഞങ്ങൾക്കില്ല അടുത്ത കൊല്ലം തൊട്ട്. അപ്പൊ അടുത്ത കൊല്ലം തൊട്ട് സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ഒക്കെ ഒരേ പോലെ കേട്ടോ. ഓൺലി അപ്ലിക്കബിൾ ഫോർ 2023 2026 പാസ് ഔട്ട് ബാച്ച്. അടുത്ത കൊല്ലം മുതൽ 4 years ആണ് പറയുന്നത്. അപ്പോ Foreigners അല്ല, 4 years. ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക അവർക്ക് അക്കാഡമിക്സിൽ ഉണ്ടാവും. പക്ഷെ തേർഡ് ഇയേഴ്സിനും ഫസ്റ്റ് ഇയേഴ്സിനും ലൈക്ക് ഫസ്റ്റ് ഇയേഴ്സിന് ഫൗണ്ടേഷൻ ഉണ്ടാവും, തേർഡ് ഇയേഴ്സിന് ഒരു ലൈക്ക് ടോപ്പിക് കാണും. സെക്കൻഡ് ഇയേഴ്സ് ആണെങ്കിൽ കറക്റ്റ് ഇതല്ലേ കാര്യം പറഞ്ഞത്, ഒരു മീഡിയം ലെവലില് ഒരു എൻജോയ്മെന്റ് ടൈമാണ് അവർക്ക്. അപ്പോ അത് അവർക്കാണ് ഇപ്പൊ റെസ്പോൺസിബിലിറ്റീസും എൻജോയ്മെന്റ്സും കൂടുതലായിട്ടുണ്ടാവും. നൈസ്, താങ്ക് യു. അല്ല, ഇപ്പൊ 3 ഇയറിന്റെ കാര്യം പറഞ്ഞില്ലേ നിങ്ങൾക്ക്? അല്ല, നിങ്ങൾക്ക് എന്താ തോന്നണേ, ഈ 3 ഇയർ മതിയോ അതോ 4 ഇയർ വേണോ? 3 വർഷം കഴിഞ്ഞാലല്ലേ ഒരു കുറെ. അല്ല, എന്നാലും നിങ്ങളൊരു സീനിയേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോ എനിക്ക് ഏകദേശം അറിയാം. അത് നമ്മൾ കോഴ്സിലല്ല, ഇതൊക്കെ എക്സ്റ്റേണൽ അല്ലേ, നമ്മൾ കോഴ്സിലല്ലേ ഫോക്കസ് ചെയ്തിട്ട് അത് തീരുമാനിക്കേണ്ടത്. അത് കോഴ്സ് പ്ലാനിങ് ഇത് കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെ ഒരു സെലിബ്രേഷൻ മൂഡ് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ കുഴപ്പമില്ല. സെലിബ്രേഷൻ അല്ലേ, നമുക്കിപ്പോ 3 ഇയേഴ്സ് കഴിഞ്ഞാലും കോളേജിന് പുറത്ത് ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്യാലോ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നീ ഇപ്പൊ എത്ര പ്രാവശ്യം സ്കൂളിലേക്ക് പോകണ്ട്? ഞാൻ കഴിഞ്ഞാലും +2 സ്കൂൾ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ പറഞ്ഞത് ലൈക്ക് ഫുൾ ടൈം സ്കൂളിന് എന്ത് ലൈക്ക് ഇവന്റ്സ് ഒക്കെ വരുമ്പോ പോവും, ലൈക്ക് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നെ എക്സ്പ്രഷനിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, പോകുന്നൊക്കെയാണ് ലൈക്ക് ആ എഫക്ട് വരുന്നത് എനിക്കിപ്പോ സ്കൂളിലെ ഗാദറിങ്സ്. ഇല്ല, ഇപ്പൊ ഒരു സ്ട്രേഞ്ചർ ആ ഒരു ഫീലിംഗ് ഉണ്ട്. സ്ട്രേഞ്ചർ അല്ല, ഐ മീൻ സ്ട്രേഞ്ചർ അല്ല, എന്നാലും ഫുള്ളി ഇൻവോൾവ്മെന്റ് ഇല്ല. അതന്നെയാണ്. പക്ഷെ നമ്മള് ഗ്രൂപ്പായിട്ട് പോകുമ്പോ കുഴപ്പമില്ല. പക്ഷെ അത് കോളേജിൽ അങ്ങനെയും വരും. 3 ഇയേഴ്സ് കഴിഞ്ഞാൽ പക്ഷെ കോളേജിൽ സെലിബ്രേറ്റ് ചെയ്യണ്ട, പുറത്ത് പോയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അപ്പോഴേക്കും നമുക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ് വരും എന്നാണ് എന്റെ ഒരു തോട്ട്. എനിക്ക് കൃത്യമായിട്ട് ചിന്തിച്ചിട്ട് അതിനെ ഗ്രൂപ്പ് ഉണ്ട്. നമ്മള് കീപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാവരും അങ്ങനെ കീപ്പ് ചെയ്യണ്ടോന്നാണ് പറഞ്ഞെങ്കിൽ തോന്നി. കീപ്പ് ചെയ്തു നമ്മള്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് മാറും. ഇപ്പൊ ചിലവർക്ക് അത് പഠിപ്പ് കഴിഞ്ഞ് ജോലി നോക്കണവരുണ്ടാവും, അതോ വീട്ടിലത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസും കുറെ ഫാക്ടേഴ്സ് അതിനെ ഡിറ്റർമൈൻ ചെയ്യും. അതിനനുസരിച്ചിട്ടാണ്. അപ്പൊ ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആൾ വരാണ്ടാവും, അപ്പൊ അയാളും വരാണ്ടാവും, പിന്നെ മറ്റാൾ വരാണ്ടാവും. ഏറ്റവും അവസാനം ഒരാൾ മാത്രം. ഇതിപ്പോ പറഞ്ഞപ്പോഴാ നമ്മുടെ ഈ കാലത്ത് സോഷ്യൽ ഇന്ററാക്ഷൻസ് കുറയുന്നുണ്ട്. അത് വളരെ നന്നായി കുറയുന്നുണ്ട്. കാരണം പണ്ട് കാലത്ത് നമ്മള് പുതിയതായിട്ട് സ്കൂളിലേക്കൊക്കെ വരികയാണ്, നമ്മൾ കുറച്ച് പേരുടെ അടുത്ത് പോയിരിക്കും, പിന്നെ അവരാണ് നമ്മുടെ ആ ഒരു ഇയർത്തെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് വരും. ഇപ്പത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പൊ കുറെ ഓൺലൈൻ ഡിഗ്രീസ്, പിന്നെ ഓൺലൈൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, ഡിസ്കഷൻ ഫോറം. ഇപ്പൊ ഇവിടൊക്കെ ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ വരുന്നില്ല. ഇപ്പൊ ഫ്രണ്ട് ആണോന്ന് ചോദിച്ചാ ആണ്, പക്ഷെ അതൊരു മെറ്റാവേഴ്സ് ആണെന്നങ്ങോട്ട് മുഴുവൻ ഉറപ്പിക്കാനും പറ്റില്ല. ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു എന്തോ ഒരു ചെറിയ ഫീലിംഗ് ഉണ്ട്. പക്ഷേ കൂടുതൽ ഈ ഫേസ് ടു ഫേസ് പോണതിന്റെ തന്നെയാണ്. നമുക്കിപ്പോ നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നീ പറഞ്ഞ ഓൺലൈൻ ഡിഗ്രീസ് ഒക്കെ തുടങ്ങിയത് ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കോവിഡിന്റെ സമയത്ത് ഒരു ബൂസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കോവിഡിന് മുമ്പ് ഇത് ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പഠിക്കാൻ ഡിസ്റ്റന്റ് ലേണിംഗ് ഒക്കെ ആയിട്ട് ഇടയിലുണ്ടായിരുന്നു. ഈവനിങ് ക്ലാസ്, ചില കോളേജിൽ ഈവനിങ് ക്ലാസ്സുകളുണ്ട്, അല്ലാത്തടത്ത് ഈ ഓൺലൈനാണ് അവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് പഠിക്കാനായിട്ട്. ഞാൻ ഇപ്പോ കുറച്ച് കാലമായിട്ട് കേൾക്കണാണ്, കുറെ പേര് റിപ്പീറ്റ് ചെയ്യാറുണ്ട്, JEE റിപ്പീറ്റ്. ഇപ്പോ അവരൊക്കെ ചിലവര് ഓൺലൈൻ കോഴ്സുകളുണ്ട് റിപ്പീറ്റേഴ്സിന് വേണ്ടി.
ഇപ്പൊ ഇവര് പുറത്ത് ആരേനായിട്ട് ഇന്ററാക്ഷൻസ് ഇല്ല. അതായത് ഫാമിലി ആയിട്ട് ഇന്ററാക്ഷൻസ് ഉണ്ടാവും, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട്. ഓക്കെ അവരുടെ സെയിം ഗ്രൂപ്പായിട്ട് അവിടെ ഇപ്പൊ സെയിം മോട്ടീവ് ഉള്ള ആൾക്കാരെ കാണുന്നില്ല. ആ ഓക്കെ. അപ്പൊ അവർക്കൊരു സ്ട്രെസ് വരില്ല. അപ്പോ ചിലവർക്ക് അത് എൻജോയ് ചെയ്യണവരും ചിലവരുണ്ട് അങ്ങനെ ലൈക്ക് സോളിറ്റ്യൂഡ് ആയിട്ട് ഇരുന്നിട്ട് ഇല്ലേ, അവർക്ക് അവരുടേതായ ലൈക്ക് പോസിബിലിറ്റീസ് മതി, അങ്ങനത്തെ പീപ്പിളും ഉണ്ട്. ഇല്ല, പക്ഷെ എന്തൊക്കെ പറഞ്ഞാല് നമ്മള് ആനിമൽസ് നിന്നാണല്ലോ ഇവോൾവ് ആയി ആ വന്നത്. അതാണ് ആ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ സോഷ്യൽ ബീയിങ്സ് സോഷ്യൽ ബീങ്സ്. ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണ്ട. അങ്ങനത്തെ ഫെസ്റ്റിവൽസും ആൾക്കാരെ യോജിപ്പിച്ച് ഇങ്ങനെ സെലിബ്രേറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി അതെ. ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മളെ ജോലിയും അങ്ങനെ തന്നെയായിരുന്നു. അതെ ജോല കുറെ പുതിയ ഫ്രണ്ട്സ് അതുപോലെ തന്നെ സീനിയേഴ്സ് ഒക്കെ ആയിട്ട് നല്ല കമ്പനി. ആ അത് വളരെ നല്ലൊരു അതൊരു point ഇതാണ്. ആയിരുന്നു. കാരണം നമ്മള് വന്ന സമയത്ത് അങ്ങനെ സീനിയേഴ്സ് ആയിട്ട് അങ്ങനെ സംസാരിക്കാൻ പോകുന്നുണ്ടോ ലൈക്ക് ഹായ് കൂൾ ഹൗ ആർ യു അത്ര എടാ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം. അങ്ങനത്തെ ഒരു ഇത് വന്നു. അല്ല, ഞങ്ങളുടെ കോളേജിൽ അങ്ങനെ ആ, തന്നെയായിരുന്നു. ഇപ്പൊ ഇപ്പൊ അതാണ് ഈ കോളേജിലൊക്കെ ഇന്ററാക്ഷൻ വരണമെങ്കിൽ സ്പോർട്സ് ആർട്സ് ഒക്കെയാണ്. അങ്ങനത്തെ സെലിബ്രേഷൻസ് വരണം. ഉം. അപ്പൊ അവരുടെ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ആ, ക്ലിയർ പിക്ചർ കിട്ടും. അല്ല, നമ്മളിങ്ങനെ കുറെ പേരെ കുറിച്ചിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ ആ, സംഭവങ്ങൾ കേൾക്കും. ടീച്ചേഴ്സ് തന്നെ ഓ ഇപ്പൊ കുറെ ട്രൂ സെൽഫ് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. അല്ല, അവരെ തന്നെ അതായത് അപ്പൊ ലൈക്ക് നമ്മളിപ്പോ ഞാനൊന്നും കാണാത്ത കുറെ പേരെ തന്നെയാണ് ഇപ്പൊ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത് തന്നെ. അതും കറക്റ്റാണ്. ഇവരുടെയൊക്കെ ലൈക്ക് എത്ര പേരുണ്ട് നിന്റെ ക്ലാസ്സില്? 60 തന്നെ അല്ലേ? 63 പേര് ആ അപ്പൊ നമ്മുടെ എത്ര തന്നെ സീനിയേഴ്സും അത്രയ്ക്ക് അത്ര തന്നെ. അപ്പൊ എന്റെ പേര് കുറെ പേരൊക്കെ അറിയാം, എന്നെ കുറെ പേര് അത് അറിയില്ല. നേരിട്ട് അറിയാം, പേര് കുറെ പേര് കേട്ടിട്ടുണ്ടെന്ന് പറയും, പക്ഷെ എന്നെ അറിയില്ലേ. ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ. അതാ പറഞ്ഞേ വീണ്ടും ഗ്രൂപ്പ്, എല്ലാവരും ഗ്രൂപ്പിലുണ്ട്. 3 ഗ്രൂപ്പ് അങ്ങനെ ഉണ്ട്. അപ്പോ അതിലും ടോക്കിങ്സ് ഒക്കെ ഉണ്ട്, പേരൊക്കെ മനസ്സിലാവും. ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഇല്ല. അതെ അങ്ങനെയുണ്ട്. ഗ്രൂപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ നീ ഇപ്പൊ ഒരു സംഭവം വിചാരിക്കുക, നമ്മള് 4 പേര് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതൊക്കെ 4 പേര് മാത്രം. ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ഗ്രൂപ്പാണോ അതോ സ്പീക്കിങ്ങിന്റെ ശരി, ഗ്രൂപ്പ്? അതിപ്പോ എന്ത് ഇൻസ്റ്റൻസ് ആണെങ്കിലും എടുത്തോ, നമ്മൾ 4 പേര് ഒരുമിച്ച് ഇതുവരെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഓക്കെ ഇപ്പോ അത്തനാസിന് ഒരു ഐഡിയ തോന്നാണ്. അതില് എനിക്ക് കംപ്ലീറ്റ്ലി അറിയാത്തൊരു ടോപ്പിക് ആയിരിക്കും, ഓക്കെ നിങ്ങൾക്ക് 3 പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്. അപ്പൊ നിങ്ങളൊരു പുതിയ ഗ്രൂപ്പ് ഓക്കെ ഓക്കെ. അപ്പോ അത് തുടങ്ങി അതിലൊരാൾ നിനക്കത് ഇഷ്ടപ്പെട്ടില്ല, നീ പറയണ എന്നെ കൂടി ആഡ് ചെയ്യണം. ഇവരുടെ രണ്ടുപേരും ഞങ്ങൾ 3 പേരും നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അത്? നമ്മള് 3 പേരും വേറെ ആയിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങി. അതിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മൂന്ന് പേരായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങി. അതല്ല ഉദ്ദേശിച്ചത്? അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അവിടെ എന്താണ് മോറലി ചിന്തിക്കുകയാണെങ്കിൽ ഏതാണ് കറക്റ്റ്? നീ പറയണതാണോ കറക്റ്റ് അതോ ആദിത്യം പറയണതാണോ കറക്റ്റ്? ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് 3 പേരായിട്ട് ഗ്രൂപ്പ് തുടങ്ങിയത് ഓക്കെയാണ്. ഇവൻ പറയണത് അത് ശരിയല്ല, അവനും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. കാരണം നമ്മൾ അത്രയും, കാരണം ഞാൻ പറയുന്നത് നിനക്ക് അതിൽ ഇൻവോൾവ്മെന്റ് ഇല്ല, നീ പറയുന്നത് നമ്മളൊരു ഗ്രൂപ്പിന്റെ സെൻസ് ഒക്കെ. അത് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ഇപ്പൊ നമ്മളിപ്പോ എന്താ അങ്ങനെ ഒരു നോട്ടത്തിൽ ഡിപ്പെൻസ് ഉണ്ട്, എനിക്ക് തോന്നുന്നില്ല ഡിപ്പെൻസ് ഉണ്ട് അല്ലേ. കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് അത് ഡിപ്പെൻസ് ആവാം. അത് ഈ ഇതിനു മുമ്പ് ഈ 4 പേരുടെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, ലൈക്ക് എത്ര ക്ലോസ് ആയിരുന്നു? അതാണ് ഭയങ്കര ക്ലോസ് ആണെങ്കിൽ 100 ക്ലോസ് ആണെങ്കിൽ അതിന്റെ പക്ഷെ നിങ്ങളിപ്പോ തുടങ്ങാൻ പോണ വെഞ്ചർ എനിക്ക് തീരെ വെഞ്ചറാണോ, ലൈക്ക് ഒഫീഷ്യൽ വെഞ്ചറാണോ അതോ വെറുതെ ഐഡിയ ഡിസ്കസ് ചെയ്യാൻ? ഐഡിയ ഡിസ്കഷൻ ആണെങ്കിൽ അതിന്റെ ആവശ്യം. വെഞ്ചർ ആണെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മള് ഇലോൺ മസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു മീറ്റിംഗിൽ ഒരു വാല്യൂ ഒന്നും പറയാനോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി, അവരുടെ ആ ഓഫീസിൽ അതാത്ത റൂള്, നിങ്ങൾക്ക് ആ മീറ്റിംഗിൽ ഇൻപുട്ട് തരാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാം. അതായത് ഒഫീഷ്യൽ ആച്ചെങ്കിൽ അതുപോലെ എക്സ്ക്ലൂഡ് ചെയ്യണം. കാരണം അത് ഒരിക്കലും ഡെവലപ്പ് ആവില്ല, ആ ഐഡിയ മാത്രമായിട്ട് നിൽക്കുള്ളൂ. നീ അതൊന്ന് ചോദിക്കാൻ കാരണം ചോദിക്കാൻ കാരണം ഞാനിവിടെ കുറെ നേരം ഇരിക്കുന്നു, നിങ്ങളൊന്നും പറയുന്നില്ല. അല്ലല്ല, അതിപ്പോ കുറച്ച് കാര്യങ്ങള്. അപ്പൊ നിനക്കെന്താ തോന്നണം ആരാ കറക്റ്റ് എന്ന്? നിങ്ങൾ ചെയ്തു തന്നെ കറക്റ്റ്. അതായത് എനിക്കൊരു ഇൻവോൾവ്മെന്റും എന്നെ എക്സ്ക്ലൂഡ് ചെയ്തോ എനിക്ക് കുഴപ്പമില്ല. അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥാനത്തിൽ അത് കറക്റ്റ് ആണോ? എനിക്ക് തോന്നുന്നില്ല കറക്റ്റ് ആണ്. ഇങ്ങനെ ഒരു ഒഫീഷ്യൽ പരിപാടി അല്ലാത്തതിൽ കറക്റ്റ് ആണോ? പക്ഷെ നിങ്ങൾക്ക്
എനിക്കൊരു ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ച് ചേർക്കും? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബേസിസിൽ നീ ഫ്രണ്ട്ഷിപ്പ് ബേസിസിൽ നമുക്കൊരു വേറെ ഗ്രൂപ്പ് ഉണ്ട്, 4 പേരുണ്ട്. അല്ല നീ ഞാൻ ഇപ്പൊ വേറൊരു പെർസ്പെക്ടീവ് ചോദിക്കട്ടെ. ഉം. നിന്നെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. ആ ഗ്രൂപ്പിൽ ഇത് മാത്രമേ സംസാരമുള്ളൂ. ആ നിന്നെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് നീ ഹാപ്പിയോടെ അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഒരു ഇനീഷ്യൽ ആയിട്ട് ഒരു സന്തോഷം ഉണ്ടാവും. ആ, പിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങും ഇവര് ഡിസ്കസ് ചെയ്യണ എനിക്ക് ഇത്തിരി അറിയാത്തൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പറയാനും ബുദ്ധിമുട്ടുണ്ടാവും. ഉം, നിങ്ങൾ എന്നെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റില്ല. ഉം. അപ്പൊ ഒരു അങ്ങനെയാണ് ഫൈനൽ ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്ലൂഡ് ചെയ്യണത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാൻ പറ്റണെന്ന് വെച്ചാ എക്സ്ക്ലൂഡ് ആയിട്ട് അവിടെ ഇരിക്കണ പോലെ. അല്ല, നിങ്ങളെ എന്നോട് പറയാ ആ, ഞങ്ങൾ 3 പേരും ഒരു ഐഡിയ തുടങ്ങുന്നുണ്ട്, ഉം. നിനക്കത് ഇൻവോൾവ്മെന്റ് ഇല്ലാന്നറിയാം, അപ്പൊ ഞങ്ങള് തുടങ്ങുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ കുറെ നാളായിട്ട് ഒരു കാര്യം അങ്ങനെ ചോദിക്കണം എന്ന് വെച്ചിരിക്കണ്ടായിരുന്നു. നിങ്ങൾക്ക് വ്യത്യാസം തോന്നിയിട്ടുണ്ടോന്നുള്ളതാണ്. നിങ്ങൾ സ്കൂൾ ടൈമിൽ ഉണ്ടായിരുന്ന പ്രൊക്രാസ്റ്റിനേഷനും അതെ, കോളേജ് ഒരു ടൈമിൽ minute, ഒരു ഉണ്ടായിരുന്ന minute. ഈ പ്രോക്രസ്റ്റിനേഷൻ ഒന്ന് ലളിതായിട്ട് പറഞ്ഞു. പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് സമയം കളയുക, അല്ലാണ്ടൊന്നുമില്ല. ഈ വെറുതെ സമയങ്ങളെയല്ല ചെയ്യാനുള്ള കാര്യങ്ങൾ മാറ്റി വെക്കുകയല്ലേ. അങ്ങനെയെങ്കിൽ അങ്ങനെ അതാണ് സംഭവം. അതാണ് വെറുതെ സമയങ്ങളാണ് നമുക്ക് പ്ലഷർ വേണോ. അതല്ല പ്രോക്രസ്റ്റിനേഷൻ. ഇതാണ് സംഭവം. വേറെ സംഭവങ്ങളിലേക്ക് പോവുക, ചെയ്യേണ്ട മാറ്റി വെച്ച് വേറെ സംഭവത്തിലേക്ക് നോട്ട് എഴുതണ്ട്, നമ്മൾ നോട്ട് എഴുതുന്ന ഫോണിൽ നിന്ന് കളിക്കുക. ഫോണിലേക്ക് പോവുക. അത് നിങ്ങൾക്ക് സ്കൂളിൽ ഉണ്ടായിരുന്ന സമയത്തെയും ഇപ്പൊ കോളേജ് കയറിയപ്പോഴുള്ള സമയത്തെയും എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? വ്യത്യാസം ഉണ്ടെങ്കിൽ അതെന്താണ്? ആരാണത് ആദ്യം പറഞ്ഞു തുടങ്ങണേ? നിവി വരട്ടെ. അവിടുന്ന് തുടങ്ങാം. നിവിനെ സ്റ്റാർട്ട് ചെയ്യൂ. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാലേ നമുക്കിതൊരു പോസിറ്റീവായിട്ട് എടുത്തൂടെ? പ്രൊക്രാസ്റ്റിനേഷൻ. ആ, നീ ഇവനെല്ലാം നെഗറ്റീവ് സാധനം എടുത്ത് പോസിറ്റീവ് ആക്കണ്ടട്ടാ. ഞാൻ നെഗറ്റീവ് ആക്കാൻ ഉദ്ദേശിച്ചില്ലേ. എങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അല്ല, അതെങ്ങനെയാണ് സാധാരണ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുമ്പോ എല്ലാവരുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ഇമേജ് വരാണ്. അത് അത്രേ ഉള്ളു. പക്ഷെ ഞാൻ പറയണത് ഇതൊരു ടൈം സേവ് ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റ് ആണ്. അതായത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യണ നമ്മൾ ആ ടൈമിൽ വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാന്ന് വിചാരിക്കുക. യൂസ്ഫുൾ ആയിട്ട് ഞാൻ എപ്പോഴും യൂസ്ഫുൾ ആയിട്ടാണ് time use ചെയ്യാറ്. യൂസ്ഫുൾ ആയിട്ട് ചെയ്തു. ചെയ്തു. പക്ഷെ ഇനിയിപ്പോ നാളെയാണ് എക്സാം. ഞാന് നാളെ എക്സാം ആണ് കേട്ടോ. ആ. അപ്പൊ നീ ഒന്നും പഠിച്ചിട്ടില്ല. ഒന്നും യൂസ്ഫുൾ പഠിച്ചിട്ടില്ല. ആയിട്ടുള്ള വേറെ കാര്യം ചെയ്തു. ചെയ്തു. ഓക്കെ, കണ്ടിന്യൂ. ഇപ്പൊ നാളെയാണ് എക്സാം എന്ന് പറയുമ്പോ എനിക്ക് ആ സിലബസ് എങ്ങനെ പോയാലും ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള സിലബസ് ആയിരുന്നു. ഉം. പക്ഷെ ഞാൻ പണ്ട് തൊട്ടിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസത്തെ ഹോളിഡേ ആയിരുന്നു. ഞാൻ ഡെയിലി കുറച്ച് പോർഷൻസ് പഠിക്കും, പിന്നെയും പോർഷൻസ് പഠിക്കും. എനിക്ക് ആ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ടൈം കിട്ടിയില്ല. മൊത്തം ടൈം സ്റ്റഡിയിലേക്ക് പോയി. ഓക്കെ. പക്ഷെ റിസൾട്ട് വരുമ്പോ എനിക്ക് സെയിം തന്നെയായിരിക്കും, തലേ ദിവസം പഠിച്ചാലും. അപ്പൊ പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ അതൊരു ക്രോണിക് പ്രൊക്രാസ്റ്റിനേറ്റർ ആണെങ്കിൽ ആ അവസാന ദിവസം പഠിക്കുവോ അതോ അവസാന ദിവസം മാറ്റി വെക്കുവോ? അല്ലല്ല, നമ്മളിപ്പോ ചോദിച്ചതിന്റെ ചോദ്യം ഇതല്ല. അവൻ പറഞ്ഞത് അവൻ കോളേജും സ്കൂളാണല്ലേ നീ കമ്പയർ ചെയ്ത്. ഓക്കെ. അല്ല, ഇതിലത്തെ ഒരു പ്രശ്നം എന്താ അറിയോ, ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ട് ഈ കണ്ടിന്യൂസ് ആയി മാറിപ്പോണ സംഭവങ്ങളുണ്ട്. നമ്മളിപ്പോ ഒരെണ്ണം ചെയ്തു തുടങ്ങും, അല്ലെങ്കിൽ അത് വേണ്ട, അത് മാറ്റിയിട്ട് വേറെ സംഭവത്തിക്കും. ഇതിനൊക്കെ ഇത് മറ്റേതല്ലേ, അപ്പൊ അതൊന്ന് മറ്റേക്ക് ആടും. നീ ചിലപ്പോ മറ്റേല് കേട്ടിട്ടുണ്ടോ? ഇവരുടെ സംഭവത്തിലുള്ളതെന്ന് തോന്നുന്നു പ്രയോറിറ്റി ഇൻവേർഷൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്നുള്ള സാധനമാണ് പ്രയോറിറ്റി ഇൻവേർഷൻ. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒരു വീഡിയോയിലാണ്ട് കണ്ടതാണ്. മറ്റേ മാഴ്സിലേക്ക് കണ്ടൊരു റോവർ പോയിട്ടുണ്ടായിരുന്നു 1979 അതൊരു പ്രൊക്രാസ്റ്റിനേറ്റിംഗ് റോവർ ആയിരുന്നു. അതിന് അവിടേക്ക് റിമോട്ട് കൺട്രോളൊന്നും വർക്ക് ആവില്ല പണ്ട്. അപ്പൊ ഓൾറെഡി പ്രീ പ്രോഗ്രാംഡ് സാധനങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതവിടെ പോയി കഴിഞ്ഞിട്ട് അതിന് ഓൾറെഡി പ്രീസെറ്റ് ഡ്യൂട്ടീസ് ഉണ്ട് അവിടെ പോയി ചെയ്യേണ്ടത്. അത് ഒരെണ്ണം ചെയ്തു തുടങ്ങും. അപ്പൊ അത് ഇതല്ല ഇപ്പൊ ഏറ്റവും പ്രയോറിറ്റി എന്നിട്ട് അടുത്ത് ചെയ്യും. അവിടെ അതല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്തേക്ക് പോകും. അല്ല, ശരിക്കും അത് മര്യാദക്കാണ് ചെയ്യേണ്ടത്, പക്ഷെ അത് ഇങ്ങനെയാണ് ചെയ്തു പോയത്. അതിനെ പ്രയോറിറ്റി ഇൻവേർഷൻ എന്നാണ് ഒന്ന് വിളിക്കുന്നത്. അതിന് വേറെ എന്തൊക്കെയുണ്ട് ഞാൻ നോക്കിയിട്ട് പറയാം. കംപ്ലീറ്റ് ചെയ്തു. ലിനക്സിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കുറെ റിസോഴ്സ് അതിനു വേണ്ടി വേസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അവരെന്തോ ഫിക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അധികം ഓർമ്മയില്ല.
അല്ല ഇപ്പൊ കോളേജും സ്കൂളും തമ്മിലുള്ള ഡിഫറൻസ്. കോളേജ് എന്ന് പറയുമ്പോ നമ്മള് പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ്, എന്നാലും സൈഡിൽ കൂടെ കുറച്ച് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യണം, നമുക്ക് എന്തായാലും ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ആ ടൈമിൽ എനിക്ക് തോന്നിയേക്കണ പ്രൊക്രാസ്റ്റിനേഷൻ യൂസ്ഫുൾ ആണ് എന്റെ കേസിൽ. എനിക്ക് ഇപ്പൊ കുറെ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാണ്. എങ്ങനെ പോയാലും എനിക്ക് ഒരു ഡേ പഠിക്കാനുള്ള ടൈം മതി. അപ്പോഴേക്ക് നീ പക്ഷെ സ്കൂൾ എന്ന് പറയുമ്പോ നമ്മള് ആ ഒരു ബോർഡ് എക്സാം എഴുതണം, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാന്ന് വെച്ചാൽ 6 മാസമേ ഉള്ളൂ, ഒരു സെം 6 മാസമേ ഉള്ളൂ. ആ 6 മാസത്തിന്റെ ലാസ്റ്റ് കഴിഞ്ഞ അത് കഴിഞ്ഞു, പിന്നെ അതിനെ കുറിച്ചിട്ട് ഇല്ല. ഞാൻ അത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്. പറയണേ എന്റെ ഉത്തരം നിങ്ങൾ ഉദ്ദേശിച്ച ഉത്തരം തന്നെയാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഉത്തരം പറയുകയാണ്. ഇതിപ്പോ കോളേജ് പ്രോകാസ്റ്റിനേഷൻ ആണല്ലോ, വെറുതെ സമയങ്ങളിലാണ്. അപ്പൊ നമ്മൾക്കിപ്പോ മെയിൻ പ്രയോറിറ്റി ഇപ്പൊ എല്ലാരും പറയാ പഠിക്കുക ആണ് പറയുക. അപ്പൊ കോളേജിൽ പോകുമ്പോഴും നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് എടുത്ത് നമ്മൾ പഠിക്കുന്നു. അപ്പൊ നമ്മുടെ പാരന്റ്സ് പറയാം നമുക്ക് മെയിൻ ഫോക്കസ് അതാണല്ലോ നമ്മളുടെ ഒരു ഇത് വരിക. അപ്പൊ ഈ പ്രോകാസ്റ്റിനേഷൻ ചെയ്യുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാ വേറെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾക്ക് മനസ്സിന്റെ ഒരു സുഖം കിട്ടും. പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന്റെ ഏകദേശം, പക്ഷെ ഞാൻ കുറച്ചുകൂടി ലോക്കൽ രീതിയിൽ പറയുന്നു ഇത് മാത്രം. അതായത് ഇപ്പൊ ഫുൾ ടൈം നമ്മളിങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോ വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ എന്റെ ക്ലാസ്സിൽ പഠിക്കണ ഒരു ഇതുണ്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എൻജോയ്മെന്റിനും പോവും, എന്നാലും അവന് നല്ല മാർക്ക് ഉണ്ടാവും. ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് പഠിച്ചിട്ട് ഈ എൻജോയ്മെന്റ് പോവാണ്ടിരുന്നിട്ട് ഇതേ മാർക്കാ കിട്ടും. അങ്ങനെ നോക്കുമ്പോ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യണം നല്ലത്. ചേഞ്ച് ഫ്രം സ്കൂൾ ടു കോളേജ് ബീങ് കുറച്ചുകൂടി പ്രൊക്രാസ്റ്റിനേഷൻ കൂടി കാരണം എൻജോയ്മെന്റ് കൂടി. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, പറയണ. ഓക്കെ, പേഴ്സൺ ടു പേഴ്സൺ മാറുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സെയിം തന്നെയാണ്. കാരണം എനിക്ക് കോളേജ് എന്ന് പറഞ്ഞാൽ ആരും നോക്കാനൊന്നും പോണില്ല, ഫുൾ ഇതാണ്, ഇൻഡിപെൻഡന്റ് ആണ്. വീട്ടിൽ നോക്കും, ലൈക്ക് നിങ്ങൾ പഠിക്കണമെന്നല്ല, ഇങ്ങനെ ചെയ്യണേന്ന്. അല്ലാണ്ട് കോളേജിലൊക്കെ പഠിച്ചോ വേണമെങ്കിൽ പഠിച്ചോ, നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് പഠിക്കാം, ആ ഒരു റേഞ്ച്. പിന്നെ എന്റെ കോഴ്സ് സ്പെസിഫിക് ആയിട്ട് ടീച്ചർമാർ പറയണത് ബുക്ക് പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന്. ഓക്കെ, എക്സ്റ്റേണൽ അറിവാണ് കൂടുതൽ വേണ്ടത്. എന്റെ പഠിച്ചിട്ട് കാര്യമില്ല, ജോലി കിട്ടണമെങ്കിൽ കുറെ കാലം എടുക്കും, ഒരു സ്കോപ്പും ഇല്ല എന്നാണ് എന്റെയും പറയണത്. നിവിന്റെ എന്താ പറയണത്? അല്ല, ഞങ്ങൾക്ക് ഇന്റേണൽ പഠിക്കണോ എക്സ്റ്റേണൽ പഠിക്കണോ തന്നെ കൺഫ്യൂഷൻ. എവിടുന്നാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല. അവരുടെ ഇവോൾവ് ആയത് വരുന്നല്ലേ ഉള്ളൂ. അല്ല, പിന്നെ ഇപ്പൊ പ്രൊക്രാസ്റ്റിനേഷന്റെ കേസ് പറഞ്ഞപ്പോഴേ, തലേ ദിവസം ചിലവർ പഠിക്കുന്നു പറഞ്ഞില്ലേ, ഇത് ഒരു IQ റിലേറ്റഡ് ആണോ? അതായത് ചില ആൾക്കാർക്ക് കൂടുതൽ IQ ഉണ്ടാവും, ഇതിനൊക്കെ കൂടുതൽ അത് നിങ്ങൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയും നീ ഇത്ര നാൾ കേട്ട IQ വ്യത്യാസമുണ്ട്. പക്ഷെ IQ അനുസരിച്ചിരിക്കില്ലേ ഈ ഒരു അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഇരിക്കില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മളിപ്പോ സ്കൂളിലിപ്പോ അത്തനാസ് വീട്ടിൽ പോയിട്ടൊന്നും പഠിക്കുന്നില്ല, ക്ലാസ്സിൽ കേട്ട തന്നെ അതന്നെ അവൻ പിറ്റേ ദിവസം അങ്ങനെയാണ് അവൻ ഇതാണ്. നേരെ നമ്മുടെ അങ്ങനെയല്ല, വീട്ടിൽ പോയിട്ട് എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും പറ്റില്ല, അവന് അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറവല്ലേ അങ്ങനെ നോക്കുമ്പോ. അപ്പൊ IQ ഞാൻ നോക്കിട്ട് പറയണ്ട. അപ്പൊ ഇനി നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത്? സാധനത്തിന്റെ വേറൊരു പേര് ത്രാഷിംഗ് എന്നാണ്. ത്രാഷിംഗ് അല്ലെങ്കിൽ പ്രയോറിറ്റി ഇൻവേഷൻ. റോവർ പാത്ത്ഫൈൻഡർ എന്നാണ് റോബോട്ടിന്റെ പേര്. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ചോദിക്കാം, ഞാൻ എന്തായാലും എല്ലാവർക്കും പരിപാടി എന്താ പഞ്ഞി ഈ സമയത്ത്? അല്ലടാ, നമ്മൾ ശരിക്കും ഈക്വൽ ആണോ എല്ലാവരും? ഐക്യമില്ല മൊത്തത്തില് ഓൾ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഈക്വൽ ആണോ? പിന്നെ നമ്മൾ എന്തിനാണ് ഒരു ഈക്വാലിറ്റി കൊണ്ടുവരാൻ നോക്കുക? എടാ, ഈ ടോപ്പിക് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാ. ഈ ടോപ്പിക് നമുക്ക് അടുത്തേല് തുടരാം. IQ and information absorption are related but not entirely dependent on equal. എന്താണ് entirely ഡിപ്പെൻഡന്റ് അല്ല, പക്ഷെ സംഭവം ഉണ്ട്. കാരണം രണ്ടും ഈക്വൽ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ആണ്, പക്ഷെ ഒരു കോറിലേറ്റീവ്. Intelligence quotient is a measure of person's cognitive abilities including reasoning, problem solving and അല്ല, IQ ഫോക്കസ് ആയിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ
അല്ലല്ല എന്താ കാരണം ലോ ഐക്യു പീപ്പിൾ ഓട്ടിസ്റ്റിക് പീപ്പിൾക്കൊക്കെ ഫോക്കസിങ് അബിലിറ്റി ഉണ്ട്. IQ is not a direct measure of attention and focus. Individuals with higher IQ scores tend to exhibit better attentional abilities and focus compared to those with lower IQ scores. Higher intelligence is often associated with enhanced cognitive control, which includes the ability to regulate attention and focus. ഇതിനുമാതിരി മ്യൂച്വൽ ഫണ്ട്സിന്റെ അവസാനം പറഞ്ഞ പോലെ ഉണ്ട് സബ്ജക്റ്റ് റിസ്ക്. അല്ല അതായത് അപ്പൊ റിലേറ്റഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, യൂണിഫോമിറ്റിയുടെ കാര്യവും ഇക്വാലിറ്റിയുടെ കാര്യം നമുക്ക് അടുത്തേൽ തുടരാം അല്ലേ? അടുത്തേലും നീട്ടം ഫ്രീ ആണെങ്കിൽ വായു നമുക്ക് ഈ വേറെ ഒന്നും ഉണ്ടല്ല, നമ്മുടെ ഡിവൈസുകളുടെ സ്പേസുകൾ ഇപ്പൊ കഴിയും. അത് കാരണം നമുക്ക് അതൊക്കെ ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാതാലോ? എന്തെങ്കിലും പറയണ്ട? പറയാനുണ്ടെന്ന് വെച്ചാൽ കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ വരുന്നത്. നമ്മള് ഇത് ഒരു പവറായിട്ടാണ് നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്നത്. ഈ പവർ ഇനി നമ്മൾ തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം വി ആർ ഗഡീസ്. നിവിനെന്താണ് ആക്ഷൻ കാണിച്ചത്? പഠിച്ചോ ഓക്കെ. അപ്പൊ ഇനി ക്രിസ്മസിന്റെ ടൈമിലൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. എല്ലാവർക്കും മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയറിന് നമ്മൾ വീണ്ടും വരും. നിങ്ങൾ വീണ്ടും കാണാം. ഇപ്പൊ മെറി ക്രിസ്മസ് മാത്രം. അതെ, തൽക്കാലം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് അടിച്ചു വിളിക്കും എല്ലാരും. അടിച്ചു വിളിക്കുക. അതെ, ബിക്കോസ് ഇവന്റ്സ് മേക്ക് ഹ്യൂമൻസ് ക്ലോസ്. നമ്മളിപ്പോ സോഷ്യൽ ഇന്ററാക്ഷൻസ് പറഞ്ഞ കാരണം സോഷ്യലി അതെ ഡിസ്പ്യൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സോറിക്ക് പറഞ്ഞിട്ട് ഐ മീൻ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ അല്ലേ. അപ്പൊ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മളെല്ലാരും ഒരു പീസിൽ ആയിട്ട് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗഡി അത്തനാസ് വിജാർജ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗഡി ആദിത്യ കാട്ടുകാരൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗഡി മൃത്യുഞ്ജയ് CR. ഞാനിപ്പോ ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്ന നിവിൻ പി ലൂയിസ്. അപ്പൊ സുഖനിദ്ര, ശുഭനിദ്ര. Have a great day.